കേക്കുന്നില്ല. മ്യൂട്ടാണ്. ഹലോ ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? അപ്പൊ നമ്മളെ യൂണിക് ടോക്ക് 43 ആണല്ലേ ഇന്ന്. നമ്മളിങ്ങനെ ഇപ്പോൾ 70-20 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതില്ലേന്ന്, ഇപ്പൊ 43 എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വി മെയ്ഡ് ഇറ്റ്. എന്താ പറയാ, നമ്മൾ 43 വീക്കായി ഒരു ശനി പോലും ലീവ് എടുക്കാതെ അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാതെ ചെയ്തു എന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. 43 വീക്കായി കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്തുകൊണ്ടോ നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇവിടെ ഞാനും അഫ്സൽ സാർ മാത്രമല്ലേ ഇപ്പൊ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. നമുക്കൊന്നുകൂടെ ഇന്ററാക്ട് ചെയ്തിരിക്കാനും പിന്നെ സാർ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാനും ഒക്കെ അതാവും ഏറ്റവും ബെസ്റ്റ് വീഡിയോ മോഡിൽ ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ നോട്ടിഫിക്കേഷനോ യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷനോ ഒക്കെ കാണുമ്പോൾ ഫുൾ അറ്റൻഷൻ എന്തായാലും നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്ന് ഫുള്ള് കാര്യങ്ങൾ കണ്ട് ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയല്ലേ. അപ്പൊ അതിനാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം, സോറി വീഡിയോ മോഡിൽ എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. വേറെ യാത്രകളിലോ കാര്യങ്ങളോ തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ നമ്മുടെ മുനബിര മാം വന്നിട്ടുണ്ട്. താങ്ക് യു മാം. മാം പോയിന്റ് ചെയ്തോ. വേറെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇതൊന്നുകൂടെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതിന് മുന്നേ നമ്മളെ യൂണിക് ടോക്കിൽ ഇന്ന് പുതിയ പേരുകൾ കുറെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യാൻ കേട്ടോ. നമ്മൾ ഇവിടെ എല്ലാ സാറ്റർഡേസിലും നടക്കുന്ന ഒരു ക്ലാസ് ആണ്. തൻസിഹ മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു മാം. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോൾ നമ്മള് നിസാർ സർ വന്നിട്ടുണ്ട്. താങ്ക് യു സർ. സർ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഒരു എഫേർട്ടിന് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്നും ക്ലാസ്സിൽ പറയുന്ന പോലെ ഒരു കുട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ അറിവുകളില്ല അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്ന ആ ഒരു കാര്യം വെച്ച് എന്തൊക്കെയോ ഇനിയും കുറേ പഠിക്കാനുണ്ട് ആ ഒരു ഇന്റൻഷനിൽ ഇരിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എവിടെ ഒരു എം ടി കപ്പ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് എവിടെ നിന്നായാലും അറിവുകൾ നോളജും ഇങ്ങനെയൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ ഓരെന്താ പറയുന്നത്, ഒരാൾ എങ്ങനെയാണ് പറയുന്നത് ആ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമ്മള് നോട്ട് ചെയ്യുന്ന കാര്യം ആ നമ്മളെ ചിന്ത അല്ലെങ്കിൽ നമ്മളെ ഫോക്കസ് അതിലോട്ടായി പോകും, ആ ജഡ്ജ്മെന്റ് സ്റ്റേറ്റിലേക്ക്. അതിലാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് ഒരു കുട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളുടെ പ്രത്യേകത എന്താ, എന്ത് കാര്യം അറിഞ്ഞു കഴിഞ്ഞാലും അടുത്തത് എന്താണ്, ഇനി പുതിയത് എന്താണ്, ആ ഒരു കാര്യമാണല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക, എം ടി കപ്പായിട്ടിരിക്കുക. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്നാലും എന്തൊക്കെയോ അറിയാനുണ്ട്, ആ ഒരു ഇന്റൻഷനിൽ ഇരിക്കുക. പിന്നെ നമ്മളെല്ലാവരും ബേസിക്കലി മനുഷ്യന്മാരാണ്. ഇവിടെ ആരും ആരെയും ജഡ്ജ് ചെയ്യാനൊന്നുമില്ല. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെയല്ല അഫ്സൽ സാർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഓ ഒരു ഇത്രത്തോളം നോളജ് ഉണ്ടോ അങ്ങനെ ഒന്നും ജഡ്ജ്മെന്റിലല്ലാതെ ഏറ്റവും ബേസിക് ആയിട്ടതോ പറയാനില്ല. ഒരു പച്ചയായ മനുഷ്യരിലേക്ക് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മളെല്ലാവരും കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്. നിങ്ങൾക്ക് അറിയുന്നത് നമ്മുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനും നമുക്കറിയുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനോ ആണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇപ്പോ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ടോപ്പിക് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ബേസിക്കലി നമുക്കൊക്കെ ആവശ്യമില്ല അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഒരാളെയും ഇംപ്രസ് ചെയ്യാനല്ല ജീവിക്കേണ്ടി, അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്തിട്ടാണ് ജീവിക്കേണ്ടിയെന്നില്ല. നമ്മളൊക്കെ ഡെയിലി ഷോ കാണിക്കും, ചിലർ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലത് നമ്മൾ ചെയ്ത് കൂട്ടും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി, നമുക്ക് ഒരാൾ നമ്മളെ മനഃപൂർവ്വം ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ. എന്നിരുന്നാലും നമ്മളിത് എന്തിനാ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം ആ ആള് എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് എന്നില്ല. അപ്പൊ അതിന് ശരിക്കും നമ്മളെ ലൈഫിലേക്ക് വരുമ്പോൾ ആവശ്യമുണ്ടോ, അത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യാണ്ടിരിക്കണം ഇതിലൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ അഫ്സൽ സർ പറയുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തന്നാണ് എന്താണ് ക്ലാസ് എന്നുള്ളതിന്റെ. ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമുക്ക് അഫ്സൽ സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു കൃഷ്ണ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻട്രോ എല്ലാവരും കിട്ടിയല്ലേ. ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ തന്നിട്ടുണ്ടാവും. ഏതായാലും വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ തവണയും നമ്മൾ തുടങ്ങുമ്പോൾ വിത്ത് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന്. വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, പലതിലും എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വർക്കിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ടും ഇവിടെ ജോയിൻ ചെയ്തത് ഇപ്പൊ 33 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. 43-ാമത്തെ ആഴ്ചയിൽ 33 ആൾക്കാർ ഇപ്പൊ ലൈവിൽ ഇപ്പം വന്നിട്ടുണ്ട്. ഇനിയും ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പൊ ഏതായാലും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പം എന്നെ അറിയാത്തവരാണെങ്കിൽ എന്റെ പേര് അവിടെ താഴെ എഴുതിയിട്ടുള്ളത് അഫ്സൽ മാജിദ് എന്നാണ്. നമ്മളൊരു ചെറിയൊരു സ്ഥാപനം നടത്തുന്നത് മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ ടീം ലീഡറാണ് മിസ്ന. നമ്മുടെ മറ്റ് ടീം മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. മുർഷിദ, റിഫ തുടങ്ങിയിട്ടുള്ള ഷെബിക്കമാനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ നമ്മളുടെ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്നാൽ ഓരോരുത്തരുടെയും
ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 1-2-3 വർഷങ്ങളായിട്ട്. അപ്പൊ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ടോപ്പിക് വെച്ചിരുന്നത്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാതെ തന്നെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ പഠിക്കാൻ എങ്ങനെയാണ്, അത് ആ ഒരു സംഭവത്തിനെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും, കുറേ കോച്ചസ് ഉണ്ടാവും ഇവിടെ നാട്ടിൽ, ഒരുപാട്, കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് കോച്ചസ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് ചിലപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്റേതായിട്ടുള്ള ഒരു മെത്തേഡിലാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് മീൻസ് നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. നമ്മൾ വേറെ ആൾക്കാരെ പോലെ കോപ്പി അടിക്കാൻ നോക്കുന്ന സമയത്താണ് എല്ലാ വിഷയങ്ങളും വരുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിലാണ്, നമ്മുടെ മുർഷിദ മാം വീഡിയോ കോഡ് കണ്ടിട്ടുണ്ട്, നമ്മുടെ ടീം ലീഡറാണ്, ടീം മെമ്പറാണ്. അപ്പോ എല്ലാവരും ഒന്ന് സാധാരണ നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ ഒന്ന് താഴെ മെൻഷൻ ചെയ്യോ, സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യോ, പേരും സ്ഥലവും ഒന്ന്. പേര് പിന്നെ അവിടെ സൂമിന്റെ പേര് ഉണ്ടാവുമല്ലോ. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു, ഫൈസൽ മലപ്പുറം, ഷംന ട്രിവാൻഡ്രം, ജുംല മലപ്പുറം. അതേപോലെ ഒന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഫിദ ഇബ്രാഹിം മലപ്പുറം, തൻസിഹ മലപ്പുറം, നിഷാർ KKNS പാലപ്പെട്ടി, ഷിബില വയനാട്, വയനാട് ആൾക്കാരുണ്ടല്ലോ, റാഷിന തൃശ്ശൂർ ഉണ്ട്, സലീന മലപ്പുറം, മറവ കാസർഗോഡ് ഉണ്ട്, നാനിബ മലപ്പുറം, ഫാത്തിമ സോറ പയ്യോളി കാലിക്കറ്റ്, ഹസ്ന ഹബീബ പാലക്കാട്, ഷഹന ബാനു മലപ്പുറം, ആയിഷ സിനിമാന്ന് അറിയാം കൊണ്ടോട്ടി. സിനിമ നമ്മുടെ അടുത്ത യൂണിക്നെസ് ഫെസ്റ്റിനൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. ഷഫീല മലപ്പുറം, ഷിഹാബ് കോട്ടക്കൽ, ഖദീജ കാലിക്കറ്റ്. ഒരുവിധം ഇപ്പം ഡിസ്ട്രിക്റ്റുകൾ ഇങ്ങനെ വൈഡായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോഴിക്കോടും കണ്ണൂരും മലപ്പുറം മാത്രമേ ഉള്ളായിരുന്നു. മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്, അൽഹംദുലില്ലാ. ഇജാസ് അഹമ്മദ് കണ്ണൂർ, ഇത് നമ്മുടെ യൂണിക് എക്സിലുള്ള ഇജാസ് ആണ്. ഖദീജ കാലിക്കറ്റ്, ഷിഹാബ് കോട്ടക്കൽ, മാജിദ കണ്ണൂർ, നിസാർ മടവൂർ. നിസാർ കണ്ടല്ലേ, എന്നെ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ആളാണ്. ദൗലത്ത് കാലിക്കറ്റ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മളെല്ലാ സെഷൻസിലും എങ്ങനെ പോയാലും കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. മുർഷിദ് ഇപ്പൊ പറയും, ഇയാളത് പിന്നെ ഇവിടേക്കാണ് പോകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒട്ടുമിക്ക സമയത്തും നമുക്ക് ആ കമ്പാരിസൺ തോട്ട്സ് വരാറുണ്ടല്ലോ. എനിക്ക് അവരെ പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവരെ പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒക്കെ പറയുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അത് കാണാൻ മാത്രമുള്ള വ്യത്യസ്തത അല്ല, നമ്മുടെ സ്ഥാപനം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. എല്ലാ മനുഷ്യന്മാരിലും വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തണം, അത് ലൈഫിൽ ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തുന്നത് നമ്മളുടെ ലൈഫിലേക്ക് ബെറ്റർമെന്റ് കൊണ്ടുവരാൻ മാത്രമല്ല, മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കും ഒരു വെളിച്ചമായിട്ട് മാറാൻ നമുക്ക് പറ്റണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാ സെഷൻസും എങ്ങനെ പോയാലും ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് വെൽത്തും നല്ല റിലേഷൻഷിപ്പും കാര്യങ്ങളും ഹെൽത്തും ഒക്കെ അട്രാക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്കും കൂടെ ഒരു സഹായമായിട്ട് മാറും. അത് ഏത് തരത്തിലും ആവാട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെഷനിൽ ഞാൻ പറഞ്ഞ കേട്ടാണ്, എന്താ പറയുമ്പോൾ വെച്ചാല്, ഈ ഡോക്ടർമാരാവാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരെന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് അവർക്ക് ഒരു റെപ്യൂട്ടേഷന് വേണ്ടി ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ട് പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം കൈകളും കാലുകളും ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അത് വലിയ റേറ്റ്, വലിയ എമൗണ്ടിലല്ലാതെ ചെറിയ രീതിയിൽ തന്നെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. ഇപ്പോൾ ഉദ്ദേശിച്ചത് ഡോക്ടർ എന്നുള്ള കഴിവും അതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ഇതേപോലുള്ള സർവീസുകൾ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അല്ലാതെ ഫാമിലിയൊക്കെ ഡോക്ടറിന് പഠിക്കുകയാണ്, MBBS പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വാല്യൂ കിട്ടണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ നിർബന്ധപ്രകാരം ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരല്ല. ഞാൻ ഡോക്ടറുടെ എഞ്ചിനീയറിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്.
ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും. ഇപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ നമുക്കൊരു ആദ്യം മെഡിറ്റേഷൻ ചെയ്യാനുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. മുന്നേ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം. നമ്മൾ അതിന്റെ മുന്നേ ചെയ്യേണ്ടത് എന്താ അറിയോ, നമ്മളെ ജീവിതത്തില് പല മേഖലകളിലായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവനെ പോലെ ആയാൽ എനിക്ക് നന്നായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞപ്പോ നമ്മുടെ യൂണിക്നെസ് ഫെസ്റ്റ്, മൂന്നാമത്തെ യൂണിക്നെസ് ഫെസ്റ്റിന് വന്ന സമയത്ത് ജോസഫ് എന്നൻകുട്ടി സാർ വന്നിരുന്നു. അപ്പോ ജോസഫ് എന്നൻകുട്ടി സാർ ഇങ്ങനെ സംസാരിക്കും, ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കും. എല്ലാവരും ഉണ്ട്, നമ്മളുടെ പാർട്ടിസിപ്പൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കേൾക്കും, ഞാൻ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്, ഇതേപോലൊക്കെ സംസാരിക്കാൻ ഇപ്പൊ എങ്ങനെ പറ്റുക. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചത്, ഞാനൊരു യൂണിക്നെസ് കോച്ച് അല്ലേ, അപ്പൊ ഞാൻ ജോസഫ് സാറ് സംസാരിക്കുമ്പോൾ അല്ലല്ലോ ഞാൻ ആവാൻ ശ്രമിക്കേണ്ടത്. എന്റേതായിട്ടുള്ള ഐഡന്റിറ്റി ബിൽഡ് ചെയ്യല്ലേ ഞാൻ ചെയ്യേണ്ടത്. നമ്മൾ അറിയാതെ ചില ആളുകളുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ പല അച്ചീവ്മെന്റ്സ് ഉണ്ടാവും ലൈഫിൽ, പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെ പല കാരണങ്ങളാൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവും. ഇപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് സ്പിരിച്വൽ കാര്യങ്ങളായിരിക്കും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ മതപ്രകാരം ഞാനാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ദുനിയാവിൽ ഇപ്പം കറന്റ് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള വേറെ കുറെ മനുഷ്യന്മാരുണ്ട്. ഇപ്പം നമ്മളുടെ മതപ്രകാരം മാത്രമല്ല, അല്ലാതെ സ്വാമി വിവേകാനന്ദ, അല്ലെങ്കിൽ മദർ തെരേസ, അല്ലെങ്കിൽ ഇപ്പം ശ്രീ ബുദ്ധ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് സ്പിരിച്വൽ പാർട്ടിന് മാത്രം പറഞ്ഞതാണ്. ഇതേപോലെ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പം സിനിമ, ഈ ആക്ടിങ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, സംസാരിക്കുന്ന രീതി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സ്പോർട്സിലുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ ഒരുപാട് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. വിരാട് കോഹ്ലി, ക്രിസ്ത്യാനോ റൊണാൾഡോ, എന്റെ ഫേവറേറ്റ്സിനായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതേപോലെ അവരുടെ സമ്പത്ത് കണ്ടിട്ട്, അവരുടെ ബിസിനസ് മൈൻഡ് സെറ്റ് കണ്ടിട്ട്, അറിവ് കണ്ടിട്ട്, അവരുടെ ഭംഗി കണ്ടിട്ട്, അങ്ങനെ ഒരുപാട് മേഖലകൾ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഒരാളുടെ ഇപ്പം കാറ് കണ്ടിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അടിപൊളി കാറാണ്. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഫണ്ണ് അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ, മറ്റുള്ളവരെ നല്ല രീതിയിൽ ചിരിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും. ഇതേപോലെ ഞാൻ ഇപ്പൊ വെറുതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് നോക്കിയാട്ടോ, പലരും എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റിറ്റി ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കിയല്ലോ. അപ്പം മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യമാണ് അവരുടെ ഫാമിലി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഹനാൻഷ ഒക്കെ ഉണ്ടല്ലോ, ഹനാൻഷാന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പാട്ടുകാരൻ ഹനാൻഷ. അവരുടെ പാട്ടിനേക്കാൾ കൂടുതൽ അവരുടെ ആ ഫാമിലി ബന്ധവും ഉമ്മയും ഉപ്പയും ബ്രദേഴ്സുമായിട്ടുള്ള ആ ബന്ധവും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഫാക്ടർ മാത്രമല്ല, ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട് നമുക്ക് മറ്റുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ ഒരു ഇഷ്ടം ഉണ്ടായി എടുക്കാൻ. ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇവര് ജസ്റ്റ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു പോകുന്നു. പക്ഷെ അത് വ്ളോഗായിട്ട് പോകുമ്പോൾ എന്ത് രസമായിട്ടാ അവര് ചെയ്യുന്നത് ഇങ്ങനെ അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകും. ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാരുടെ ലീഡർഷിപ്പ് കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പോയി മീറ്റ് ചെയ്തിരുന്നു. 250ഓളം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണറാണ്. നമ്മളുടെ യൂണിക് എക്സിൽ ക്ലാസ് എടുക്കാനൊക്കെ വരുന്നത് ഹാരിസ് സാർ എന്ന് പറയും. ഹാരിസ് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫേമാണ്. പഠിപ്പിക്കുന്നുണ്ട്, അവർ ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ പോയി മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ആലോചിക്കുക, കോടികൾ ടേൺ ഓവർ ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ അവരുടെ ഫ്ലാറ്റിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു ലീവായപ്പോ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് സിമ്പിളായിട്ടാ ഈ മനുഷ്യൻ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം ഒരുപാട് ആൾക്കാർ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അധികം പ്രഷർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ഡെലിഗേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 250 ആൾക്കാർ അണ്ടറുള്ള ആൾക്കാർക്ക് മാത്രമേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുകയല്ല കേട്ടോ. പലരും ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ പല ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നല്ല രീതിയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ ആളുകളൊക്കെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ചില ആൾക്കാരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചില ആൾക്കാരെ വാക്കുകൾ, ഇപ്പം ബുക്കൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വാക്കുകൾ, ഇപ്പം നമ്മുടെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ടീം മെമ്പറൊക്കെ നല്ല രീതിയിൽ എഴുതാനൊക്കെ കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ ഇതേപോലെ സോഷ്യൽ സർവീസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ബിസിനസ് മൈൻഡ് സെറ്റ്, ഫ്രണ്ട്സ്, പാട്ട്, ആക്ടിങ്, ആർട്ട് വർക്കുകൾ കണ്ടിട്ട് ചിലപ്പോൾ ചില ആളുകളുടെ ബുദ്ധിശക്തി ആയിരിക്കും. ബുദ്ധി മീൻസ് അത് ഉപയോഗപ്പെടുത്തിയ രീതിയായിരിക്കും. സയന്റിസ്റ്റുകളായിരിക്കും, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, ഇന്നോവേഷൻസ്. ഇപ്പോൾ ഐഫോൺ ഒക്കെ കണ്ടുപിടിച്ചത് ഇപ്പം സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ ഇലോൺ മസ്ക് ഒക്കെ
ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇലോൺ മസ്ക്. അത്രയും ഇപ്പം ചൊവ്വയിലേക്കൊക്കെ എങ്ങനെയാണ് ഭൂമിയിൽ നമുക്ക് പോയി അവിടെ പോയി സെറ്റിൽ ആവാൻ പറ്റാന്നുള്ള രീതിയിൽ അവിടെ എത്തിയിട്ടില്ല. പക്ഷെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ പോയി സെറ്റിൽ ആവാൻ എങ്ങനെയാണെന്നില്ല, അത് മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ എനിക്ക് ഇന്നിപ്പോ ചോദ്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാനിപ്പോ ടോപ്പിക്സ് ഒന്നുകൂടെ വായിക്കാം. വെൽത്ത്, ഫാമിലി, സ്റ്റാറ്റസ്, ബ്യൂട്ടി, കൈൻഡ്നസ്, സ്പിരിച്വാലിറ്റി, ഹ്യൂമർ സെൻസ്, കാറ്, ഫാമിലി, ക്യാരക്ടർ, നോളജ്, ലീഡർഷിപ്പ്, ഫിസിക്കൽ ഫിറ്റ്നസ്, സ്പോർട്ട്, റൈറ്റിംഗ്, വേർഡ്സ്, ഓദർ, സോഷ്യൽ സർവീസ്, ബിസിനസ് മൈൻഡ് സെറ്റ്, ഫ്രണ്ട്സ്, സോങ്സ്, ആക്ടിങ്, ആർട്ട്, ഇന്നോവേഷൻസ്. ഇത്രയും ടോപ്പിക്കുകൾ എടുക്കുന്ന സമയത്ത് ഓരോ ടോപ്പ് ഞാൻ പറഞ്ഞ സമയത്തും ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ ഫേസ് ഒക്കെ ഇങ്ങനെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മൈൻഡിൽ വന്ന ഏതെങ്കിലും ഒരാളെ, ഏറ്റവും കൂടുതൽ മൈൻഡിൽ ഏതോ ഒരാളെ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞാല് ആരുടെ അതൊന്ന് താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഏതെങ്കിലും ഒരാളെ, ഇപ്പം എല്ലാ മേഖലകളിലും നോക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് എന്റെ കേസിൽ രത്തൻ ടാറ്റ ഈ അടുത്ത് മരിച്ചുവല്ലോ. അവരെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ ഫിലാൻത്രോപ്പി, അവർ ഇത്രയും വലിയ ബില്യണർ ആയിട്ടും അവര് 66% സമ്പത്തും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കോടീശ്വരനായിട്ടും ആ ഒരു രീതിയിലുള്ള മെന്റാലിറ്റി ഉള്ളവർ ഞാനാണ് ഇന്ത്യയിലെ ടോപ്പ്, ഞാനാണ് ഇന്ത്യയിലെ ടോപ്പ് എന്നിങ്ങനെ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ എത്തിപ്പെടാൻ നോക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ എങ്ങനെയാ പറ്റുക രീതിയിലായിരുന്നു. അപ്പൊ ഇതേപോലെ പലർക്കും പല രീതിയിലായിരിക്കും ചിന്താഗതി. എല്ലാവരും അനങ്ങാതെ നിൽക്കണോ? മിസ്ന ഓഡിബിൾ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആരെങ്കിലും ഫൈതമൊക്കെ ഉണ്ടല്ലോ, താങ്ക് യു മാം. അപ്പൊ ഏതെങ്കിലും ഒരാളുടെ പേര് നിങ്ങളുടെ ജീവിതത്തിൽ റോൾ മോഡൽ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന, അവരെ പോലെയുള്ള കാര്യങ്ങൾ എനിക്കും എന്റെ ലൈഫിൽ ചെയ്തു തീർക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരാളുടെ, ഒന്നോ രണ്ടോ ആൾക്കാരുടെ പേര് ഏതാ? ഒന്നിലും ഒതുക്കാൻ പറ്റാത്ത ആൾക്ക് അത്രയും സ്നേഹിക്കും, ഒരേപോലെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ മെൻഷൻ ചെയ്താൽ മതി. ആരെങ്കിലും ഒരാളെ തുടങ്ങിയാല് നമ്മളെ ടീം മെമ്പേഴ്സ് തന്നെ തുടങ്ങേണ്ടിയിരുന്നു. ആര് തുടങ്ങുന്നത് കാണുന്നില്ല. ഏതെങ്കിലും ഒരാളെ പേര്, ഏതെങ്കിലും ഒരാളെ ചാറ്റ് ബോക്സിൽ കൊടുത്താൽ മതി. ഓക്കെ. തൻസീഹ പറഞ്ഞു, ശ്രേയ ഘോഷൽ, ഓക്കെ. നാനി ജോസഫ് എന്ന കുട്ടി സാറ്, ഓക്കെ. AP കാന്തപുര ഉസ്താദ്, ഓക്കെ. അങ്ങനെ ഓരോരുത്തർക്കും അതാ ഞാൻ പറഞ്ഞത്, പല മേഖലയിലുള്ള ആൾക്കാരായിരിക്കും ഇഷ്ടപ്പെടുക. പറഞ്ഞോളേ, വേറെ ആർക്കാ കമന്റ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഇവിടെ 40ഓളം ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളിപ്പോ ടോപ്പിക്കിലേക്ക് കിടക്കും. ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട്. പ്രോഫറ്റ് മുഹമ്മദ് ഇജാസ് പറഞ്ഞു, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫായിദ മാം, സുമയ്യ തയ്യത്തിൽ, അതാരാ? ഞാൻ ഫൈദാനെ കണക്ട് ചെയ്തോളാം. നമ്മളെ സ്റ്റുഡന്റ് ആണ് ഇപ്പൊ കറന്റ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ. ഷംന പറയുന്നത് ജോസഫ് സാറാണ്. ജസീല മാം പറയുന്നു കമല സുരയ്യ. സാംസങ് പറയും പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫായിദ മാം, ഓക്കെ. അപ്പൊ ഞാനേ വേറെ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? എന്തിനാ അതിൽ ചോദിച്ചതെന്ന് അറിയോ? ഈ മനുഷ്യന്മാരിപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ ടൈപ്പ് ചെയ്യാത്തവരും ഉണ്ടാവുമല്ലോ. ടൈപ്പ് ചെയ്യാത്തവർ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? യാസ്മിൻ മൊഗാഹത്ത് മറവ പറയുന്നത് ആരാൻ ചെക്ക് ചെയ്യണല്ലോ. ഓക്കെ, എനിക്കത് പബ്ലിക് സ്പീക്കർ അയക്കാൻ ചിലപ്പോ. ഏതായാലും താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. ഹുസ്ന നസ്രീൻ, നമ്മൾ ഹുസ്നത്ത് ആക്കണ്ടല്ലേ? മാഷാ അല്ലാഹ്. ഹുസ്ന നസ്രീൻ, ഫാത്തിമത്ത് സൂറ പറഞ്ഞു, AP ഉസ്താദ്, ഓക്കെ. ഞാനിപ്പോ ഇത് എഴുതിച്ചത് എന്തിനാണെന്നറിയോ? PMA ഗഫൂർ സാർ, ഓക്കെ. അതാണ് ഓരോരുത്തരുടെ മൈൻഡ് പോകണം. ഒരാളെ എടുക്കാൻ പറയുന്ന സമയത്ത് ഓരോരുത്തരുടെ മൈൻഡിലും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പൊ ഈ വരുന്ന അഫ്ല സാർ, ഓക്കെ, മാഷാ അല്ലാഹ്, അടിപൊളി. നമ്മളെ പാർട്ട്ണർ DKEXലെ അഫ്ല സാർ, ഓക്കെ. അപ്പോ ഇങ്ങനെ പല 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 വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഫേസ് നമ്മളുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. എങ്ങനെ പതിഞ്ഞത്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പൊ എഴുതിയിട്ടുള്ള ആരെങ്കിലും അവരുടേതായിട്ടുള്ള ഇപ്പൊ PMA ഗഫൂർ സാർ സ്പീച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇങ്ങനെയും സ്പീച്ച് പറയാം. ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട്, ചില ആൾക്കാർ ഭയങ്കര ഹാർഷായിട്ട് ഭയങ്കര വാക്കുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും ചെയ്യുക. പക്ഷെ PMA ഗഫൂർ സാർ ഇങ്ങനെ സിമ്പിളായിട്ട് വന്നിട്ട് ചില സ്പിരിച്വൽ തോട്ട്സും ഇപ്പം ലോജിക്കൽ തോട്ട്സും അതേപോലെ ഓദർ എന്നുള്ള രീതിയിലുള്ള ആ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടിരിക്കാൻ. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പൊ എന്താ സംഭവം? ഇപ്പൊ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ഓരോ മനുഷ്യന്മാരും
വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്തവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഇപ്പൊ ഏത് പേരുകൾ, ഇപ്പൊ ഞാനിപ്പോ മുന്നേ പറഞ്ഞ പേരുകളായിക്കോട്ടെ, ഇവിടെ ടൈപ്പ് ചെയ്ത പേരുകളായിക്കോട്ടെ, ഇവരാരും മറ്റുള്ളവരെ കോപ്പി ചെയ്തവരല്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്ത മനുഷ്യന്മാരാണ്. ദാറ്റ് മീൻസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും അതേപോലെ നമ്മളുടെ വ്യത്യസ്തത എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ മേഖലയിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാനും പറ്റും. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ സാധാരണ ചെയ്യും പോലെ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഒന്ന് എന്താണ് അധികം സ്ട്രെസ് കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ചിരിക്കുക കേട്ടോ. മിസ്റ്റർ ഓഡിബിൾ ആണല്ലോ അല്ലെ? ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്, പക്ഷെ വൈഫൈ കട്ടായിട്ട് ഓക്കെ ആണ്. ഓക്കെ മ്യൂസിക് വേണം. കണ്ണുകൾ അടച്ച് ഇടതുകൈക്ക് മുകളിൽ വലതുകൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on, and breathe in, hold on, and breathe out. ഓരോ തവണയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് മൂക്കിലൂടെയാണെന്നും പുറത്തേക്ക് വിടുന്നത് വായിലൂടെയാണെന്നും breathe in, hold on, and breathe out. ഓരോ തവണയും മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം നിങ്ങളുടെ ശരീരത്തിലാകെ പടരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ ആ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള ചിന്തകളിലുമുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും അനുഭവങ്ങളും മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ദേഷ്യവും വെറുപ്പും അസൂയയും തുടങ്ങി എല്ലാ നെഗറ്റീവ് ഫീലിങ്സും ഇമോഷൻ നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് പോകും. ഓരോ തവണയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിടുമ്പോൾ നിങ്ങളുടെ ശരീരം പുതുമയുള്ളതായിക്കൊണ്ടിരിക്കും. ആ ഒരു വെളിച്ചം നിങ്ങളുടെ എല്ലാ ശരീരാവയവങ്ങളിലേക്കും പടരുകയാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് ആദ്യമായി ഇന്ന് നിങ്ങൾ
കിടന്നുറങ്ങി എഴുന്നേറ്റ നിങ്ങളുടെ ബെഡിന് നന്ദി പറയും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കാണാനുള്ള കഴിവിന് നന്ദി പറയും. കേൾക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ശ്വസിക്കാനുള്ള കഴിവിന് നന്ദി, രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം, കിഡ്നി, ലിവർ, നിങ്ങളുടെ രക്തഞരമ്പുകൾ, നിങ്ങളുടെ ലങ്സ്, ഞരമ്പുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, വൻകുടൽ, ചെറുകുടൽ, നിങ്ങളുടെ നട്ടെല്ല്, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും, നിങ്ങളുടെ വിരലടയാളങ്ങൾ തുടങ്ങി നിങ്ങളുടെ എല്ലാ അവയവങ്ങളും, കൈകളും കാലുകളും, അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും നന്ദി. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടാവിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ച നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തന്ന ഇത്രയും കാലത്തിനിടയിൽ എത്ര തന്നെ മിസ്റ്റേക്കുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ ചിന്തകളിലേക്ക് കൊണ്ട് ആ പിഞ്ചു കുഞ്ഞായിരുന്ന ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തന്ന് അവരെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്ക് തന്നു നിങ്ങളെ ശുശ്രൂഷിച്ചതിന്, നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസവും ഭക്ഷണവും പാർപ്പിടവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്ന് നിങ്ങളെ വളർത്തി വലുതാക്കി ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതിന് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. താങ്ക് യു അമ്മ, താങ്ക് യു അമ്മ, താങ്ക് യു. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കുടുംബക്കാർ, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരി സഹോദരന്മാർ, മറ്റുള്ള കുടുംബക്കാർ ഓരോരുത്തരും പല രീതിയിൽ നന്മയായിട്ട് നിങ്ങൾക്കൊരു സഹായമായിട്ട് പല സമയത്ത് മാറിയിട്ടുണ്ട്. ആ സഹായമായി മാറിയതിനും അതേപോലെ അങ്ങനെയുള്ള കുടുംബക്കാർ ജീവിതത്തിൽ ഉള്ളതിനും നന്ദി പറയും. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, അധ്യാപകന്മാർ, അധ്യാപികമാർ, നല്ലത് പറഞ്ഞു തന്ന മനുഷ്യർ, കൂടെ പഠിച്ചവർ, കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ ബിസിനസ് ചെയ്യുന്നവർ തുടങ്ങി
നമ്മളെ പല ആവശ്യ സമയത്തും നമ്മളെ സഹായിച്ച മനുഷ്യർ, ഇവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. നിങ്ങൾ ഇത്രയും കാലം കഴിച്ച ഭക്ഷണത്തിനും കുടിച്ച വെള്ളത്തിനും നന്ദി പറയും. ഓരോ ദിവസവും നിങ്ങൾ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടിന് നന്ദി പറയും. നിങ്ങൾക്ക് ഇത്രയും കാലത്തിനിടയിൽ നേടിയെടുക്കാൻ സാധിച്ച നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ നേടിയെടുക്കാൻ പറ്റിയ കാര്യങ്ങൾക്ക് നന്ദി പറയും. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയുക. ബൈക്ക് പോലും ചെറിയ വാഹനങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രകൾക്ക് നന്ദി പറയുക. സ്വന്തമായിട്ടും കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പല സ്ഥലങ്ങളിലേക്ക്, അധിക ദൂരമില്ലാത്ത ചെറിയ സ്ഥലങ്ങളിൽ, അടുത്തുള്ള സ്ഥലമായാലും ദൂരെയുള്ള സ്ഥലങ്ങളായാലും ആ യാത്രകൾ പോവാൻ പറ്റിയതിന്, ആ യാത്രകൾ പോയ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും വീണ്ടെടുക്കും. ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് നിങ്ങളെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്ത, നന്മയിലേക്ക് നയിച്ച, നല്ലത് പറഞ്ഞു തന്ന എല്ലാ മനുഷ്യന്മാർക്കും, കുടുംബക്കാർ, കൂട്ടുകാർ, അധ്യാപകന്മാർ തുടങ്ങി എല്ലാവർക്കും, നിങ്ങളുടെ ജീവിതത്തിലെ മെന്റേഴ്സ് തുടങ്ങിയ എല്ലാ മനുഷ്യന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. ഓരോരുത്തരും മനസ്സിലേക്ക് കൊണ്ടുവന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും, കുടിക്കാനുള്ള വെള്ളം മുതൽ ഇത്രയും കാലത്തിനിടയിൽ നേടിയെടുത്ത സമ്പത്ത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങൾക്കുള്ള ആരോഗ്യത്തിനും, ഈ ഓരോ കാര്യങ്ങളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ഉള്ള കാര്യങ്ങൾക്ക്, ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. ഇത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്തതിന്, നന്ദി കാണിക്കാത്തതിന്, നമ്മുടെ ജീവിതത്തിലെ സമയം വേസ്റ്റ് ചെയ്തതിന്, മറ്റുള്ള മനുഷ്യന്മാരുമായി നമ്മളെ കമ്പയർ ചെയ്തതിന്, നമ്മളെ പറ്റി സ്വയം കുറ്റം പറഞ്ഞതിന്, എനിക്ക് ആ കഴിവില്ല, എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞ് പല സമയത്ത് സ്വയത്തെ കുറ്റപ്പെടുത്തിയതിന് നിങ്ങളുടെ മനസ്സിനോട്, നിങ്ങളുടെ ഹൃദയത്തോട് ഫോർഗീവ്നെസ് ചോദിച്ചു, മാപ്പ് ചോദിച്ചു. നിങ്ങളുടെ ശരീരവും മനസ്സും തലച്ചോറും, ബോഡി, മൈൻഡ് ആൻഡ് ബ്രെയിൻ തമ്മിൽ നിങ്ങളുടെ പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളയാളാകും. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ
നിങ്ങൾക്ക് തിരിച്ചു വരാം. ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ ചെറു പുഞ്ചിരിയോടെ മെല്ലെ ആർക്കെങ്കിലും കണക്റ്റ് ആയിരുന്നോ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് സറൗണ്ടിങ്സിൽ സൗണ്ട് ഒക്കെ വന്നിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? കണക്റ്റ് ആയവരൊക്കെ ഒന്ന്, ഇനി നമ്മളെ സെഷനിലേക്ക് കടക്കാൻ റെഡി ആയവരൊക്കെ ഒന്ന് യെസ്ന്നോ റെഡിന്നോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്തായേ. മറ്റുന്നവരൊക്കെ ഒന്ന് മുർഷിദ മാം ഇതിൽ വന്നിട്ടുണ്ട്, വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. ഷംന മാം താങ്ക് യു, ഫൈദ മാം താങ്ക് യു, സൈബർ മീഡിയ മുനവ്വറ താങ്ക് യു. എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ ടീം മെമ്പേഴ്സിന് മാത്രം ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ, പുതിയ ആൾക്കാരെ കാണട്ടെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണട്ടെ. ഞാനീ റെഡി, റുബീന അയ്യ, ഹസ്ന അബീബ താങ്ക് യു. റിസ്ല മാം ഉണ്ടല്ലോ അവിടെ. റിസ്ല മാം ഇന്നലെ, റിസ്ലാക്ക് എനിക്ക് ഇന്നലെ നമ്മുടെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുള്ള റിസ്ല മാം ആണെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു ഫോർ ജോയിനിങ്. ജസ്ന താങ്ക് യു. സർക്ക ഓക്കെ. നമ്മള് ജസ്റ്റ് ഒന്ന് എന്താ സംഭവം അറിയാം, നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു തവണ അല്ല ഇങ്ങനെ ഒരു കൂടുന്നത് നമ്മൾ. അപ്പൊ ആ കൂടുന്ന സമയം നമ്മളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലുള്ള ആ ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള സംഭവം നമ്മൾ പറയാറില്ല. ഇഫ് യു ആർ, നമ്മൾ ശരിക്കും എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്, ഇപ്പം ഖുർആനിലായിക്കോട്ടെ, വേദങ്ങളിലായിക്കോട്ടെ, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നുള്ള സംഭവം പറയുന്നുണ്ട്. ലൈൻ ശക്കർത്തും ലസീദന്നക്കും പറയും. എന്താ പറഞ്ഞാല് നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നന്ദി പറയാനുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നു. നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അല്ല ടോപ്പിക്, ഞാൻ ജസ്റ്റ് ഒന്ന് ആ മെഡിറ്റേഷനുമായി കണക്ട് ചെയ്തൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ആരെങ്കിലും ഒരാളെങ്കിലും വീഡിയോ മോഡിൽ വരുമോ? ഒരു പറഞ്ഞതൊക്കെ ഒരു ചെറിയൊരു പരിഗണന, ആരെങ്കിലും ഒരാൾ, ഫൈദമാൻ ആരെങ്കിലും ഒന്ന് ഒരു സന്തോഷത്തിന്. ഐ ഫീൽ ഗുഡ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഒറ്റ ആൾ വരികയാണെങ്കിൽ സന്തോഷമായിരുന്നു. 3 ആളുണ്ടോ ഓൾറെഡി? നിസാർ സാർ ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ട് ആൾക്കാർ, ഞാൻ കാണായിട്ടാ, സോറി. ഒരാൾക്ക് ഇപ്പം നമ്മളെ ഷംന മാം ഉണ്ട്, ഫൈദ മാം വന്നിട്ടുണ്ട്, നമ്മുടെ ഇജാസ് ഭായ് ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ യുണീക്ക് എക്സിലുള്ള ആൾക്കാരാണ്. ഫാത്തിമത്ത് സുഹറ ഉണ്ട്. എൻ്റെ അമ്മന്റെ പേരാണല്ലോ, ഫാത്തിമത്തില്ല, സുഹറ ബീവി എന്നാണ്. ഏതായാലും താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ ബീങ് ഇൻ ദി വീഡിയോ മോഡ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ള മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്ത് ജീവിക്കുന്നതിന് പകരം നമ്മൾക്ക് ഫ്രീഡം എന്ന് പറയില്ല. എല്ലാവരും ഇപ്പം ചില ആൾക്കാരെ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഫ്രീഡം വേണം. ഇങ്ങനെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എനിക്ക് എത്തിപ്പെടുന്നത് അധികം ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അങ്ങനത്തെ ഒരു ഫ്രീഡം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മറ്റുള്ള മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നതിന് പകരം സെൽഫായിട്ട് നമുക്കൊരു ഒതന്റിക് ഒരു ജീവിതം നയിക്കാൻ പറ്റട്ടെ. എങ്ങനെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് അതല്ലേ നമുക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ആരെങ്കിലും ഇംപ്രസ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കുക എന്ന് പറയും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾക്ക് വരുന്നത്? അത് പല കാരണങ്ങൾ കൊണ്ട് വരും. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ ചെറുപ്പത്തില് ഉപ്പന്റെയും ഉമ്മന്റെയും അല്ലെങ്കിൽ പാരൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നർച്ചറിങ് ആയിട്ടുള്ള സ്നേഹം കിട്ടാതെ വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് വാലിഡേഷൻ എന്നുള്ള സംഭവമുണ്ട്. മറ്റുള്ള ആൾക്കാർ എന്നെ പരിഗണിക്കണം. പരിഗണന എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്
മറ്റൊരു മനുഷ്യനെ, സ്വന്തം വീട്ടിലുള്ള റൂമിൽ നിൽക്കുന്ന ഭാര്യനെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ കുടുംബക്കാരെയോ പരിഗണിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളെല്ലാവരും ഓട്ടത്തിലാണ്. നമ്മളെല്ലാവരും പല രീതിയിൽ സമ്പത്ത് കൈവരിക്കാനും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഫുൾ ഓട്ടത്തിലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് പണ്ടൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നതിന്റെ മുന്നൊക്കെ ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോയാൽ പൊതുവെ ആളുകൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കായിരുന്നു, കാണുമ്പം എന്താണ് ബന്ധങ്ങൾ പുതുക്കുമായിരുന്നു. പക്ഷെ എന്താ സംഭവം? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു കല്യാണ വീട്ടിൽ പോയാൽ എല്ലാ മൂലയിലും ഉണ്ടാവും കുറെ ആൾക്കാർ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ. കുട്ടികളാണെങ്കിൽ പോലും കല്യാണ വീട്ടിൽ ഇപ്പം ഭക്ഷണം കൊടുക്കുകയും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നേരെ ഫോൺ എടുത്തിട്ട്, അല്ലെ ഒരു പ്രോഗ്രാമിന് പോയാലും, ഇപ്പൊ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോയാലും ഫ്രീ ടൈം കിട്ടിയാലും മറ്റൊരാളെ പോയിട്ട് പരിചയപ്പെടാനോ അവരുടെ കാര്യങ്ങൾ അറിയാനോ ഒന്നുള്ള മൈൻഡ് വരുന്നില്ല. ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ആവില്ലല്ലോ. അങ്ങനെ എല്ലാവരും പറയാ നമ്മൾ പോസ്റ്റ് ആയി, ഞാനിപ്പോ അവിടെ പോയ പോസ്റ്റ്, ഞാൻ എന്നെ അറിയുന്നവരൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്താ നമ്മൾ വിചാരിക്കാന്നറിയോ? അറിയുന്നവരില്ലെങ്കിൽ എന്താ പ്രശ്നം? എന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, എന്റെ സ്വന്തം ആളല്ലേ, എന്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ ഫോൺ. അപ്പൊ എനിക്ക് ഫോൺ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ ഫോണിൽ ഇപ്പൊ എന്റെ കേസിൽ ഒരു സമയം ഈ അടുത്തും അങ്ങനത്തെ ഒരു സംഭവം നടന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് പറയാണ്, കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ പോയി. മരണ വീട് എന്ന് പറഞ്ഞാല് എന്റെ വൈഫിന്റെ ഉപ്പന്റെ ഏട്ടന്റെ മക്കളെ വീടോ അങ്ങനെ ഏതോ ഒരു അകന്ന കുടുംബമാണ്. അപ്പം അങ്ങനെ പോയ സമയത്ത് അധികം കുറച്ച് ആൾക്കാരല്ലേ നമ്മൾ അറിയുന്നത്, വളരെ ചുരുക്കേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ആരോട് എങ്ങനെ തുടങ്ങണം? നമുക്ക് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. കുറച്ച് പ്രായമായ ആളാണ്, പ്രായം കൊണ്ട് മരണപ്പെട്ടതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാം? നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ വേഗം ഫോൺ എടുക്കുക, എന്നിട്ട് എന്തെങ്കിലും നോക്കുക, എന്തെങ്കിലും പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാണ് ചെയ്യുക. പക്ഷെ അങ്ങനത്തെ ഒരു പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക മനുഷ്യന്മാരും ഇപ്പം വാലിഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, റൂട്ട് കോസ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ വേണമെന്ന് ഒരു ഫീലിംഗ് വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള എന്തെങ്കിലും ചിന്തയാണോ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്നേഹം കിട്ടാത്തതിന്റെ, അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ ഇംപ്രഷൻ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ ഞാൻ വലുതായ സമയത്ത് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കട്ടെ എന്നുള്ളൊരു തോട്ട് വരും. ഇതേപോലെ തന്നെ രണ്ടാമതുള്ളൊരു കാര്യമാണ്, നമുക്ക് എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല. നമ്മൾ എങ്ങനെ ഇംപ്രഷൻ നേടിയെടുക്കാൻ ശ്രമിച്ചാലും ഒരു കഥ ഉണ്ടല്ലോ, നമ്മളെ ഒരു വൈഫും ഭാര്യയും ഭർത്താവും കൂടെ ഒരു കഴുതന്റെ കൂടെ ഇങ്ങനെ പോണ സമയത്ത് ആദ്യം രണ്ടാളും കൂടെ കഴുതന്റെ പുറത്ത് ഇങ്ങനെ കയറിപ്പോവും. അപ്പൊ എന്ത് പറയും? ഒരു പാവം കഴുതനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക, അവർക്ക് രണ്ടാൾക്ക് ആരോഗ്യമില്ല, നടന്നാ പോരെ. അപ്പോ പിന്നെന്ത് ചെയ്തു? പിന്നെ ആ ഭർത്താവ് മാത്രം കഴുതന്റെ പുറത്ത് പോകുന്ന കണ്ടപ്പോ ചില ആൾക്കാരെ പറഞ്ഞു, നോക്കി ആ ഭാര്യനെ ഇങ്ങനെ നടത്തിയിട്ട് ഭർത്താവ് മാത്രം കഴുതന്റെ പുറത്ത് കയറിപ്പോ. ഇതേപോലെ ഭർത്താവിനെ ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സിറ്റുവേഷനിലും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. അത് സാഹചര്യങ്ങളൊന്നും കമ്പൈൻ ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഡിഫൈൻ യുവർ ഓൺ വാല്യൂസ് എന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു മൂല്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇംപ്രസ് ചെയ്ത് ജീവിക്കാൻ പകരം നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ UAE-യിലായിരുന്നു ദുബായിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ 7 വർഷത്തോളം അവിടെ വർക്ക് ചെയ്ത സമയത്ത് അതിന്റെ ഇടയിൽ ഞാനൊരു കമ്പനിയിൽ എത്തിപ്പെട്ടു. ഞാൻ ജോലി പുതിയൊരു അപ്ഗ്രഡേഷൻ എന്നുള്ള രീതിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ചേഞ്ച് ചെയ്തതായിരുന്നു. ഒരു മില്ലീനിയം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ അവിടെ ഓഡിറ്റിംഗ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഷിഫ്റ്റിങ്ങിന് വേണ്ടി ശ്രമിച്ച സമയത്ത് ആദ്യമുള്ള ജോലിയിൽ നിന്ന് മാറുകയാണ്. അതിനെക്കാട്ടിലും ഒരു ഏകദേശം 75% സാലറി കൂടുതലുള്ള കമ്പനിയും കാര്യങ്ങളും ഒക്കെ ആണ്. അവിടെ ഞാൻ കയറി ഇപ്പം ഒരു മാസം പ്രൊബേഷൻ പീരീഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആ പുതിയ കമ്പനിയിലേക്ക് കയറിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ആ ഹോട്ടലില് ഇപ്പം ഏകദേശം 600 ചില്ലാൻ റൂമുകളൊക്കെ ഉള്ള വലിയ ഹോട്ടലാണ്, അബുദാബിയിലുള്ള ഹോട്ടലാണ്, മില്ലീനിയം എന്ന് പറയും. അതിനൊരു ബ്രാഞ്ചാണ്. അപ്പൊ അവിടെ കയറിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താ അറിയോ,
അവിടെ അവര് ഹോട്ടലില് ബാറ് പോലത്തെ സംഭവം കൂടെ ഉണ്ടായിരുന്നു. മീൻസ് ഇപ്പം ആൽക്കഹോളും കൂടെ സെർവ് ചെയ്യുന്ന ഒരു ഹോട്ടലായിരുന്നു. എല്ലാ ഹോട്ടലിലും ആൽക്കഹോൾ ഉണ്ടാവില്ല യുഎഇയിൽ, പക്ഷെ ഇവിടെ ആൽക്കഹോളും കൂടെ സെർവ് ചെയ്യുന്ന ഒരു ഹോട്ടലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓഡിറ്റിംഗ് ഫീൽഡിലാണെങ്കിലും എനിക്ക് ഞാൻ എന്റെ ഭാഗത്ത് പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. ആദ്യം ഞാനത് ആ ഒരു കേസ് ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് പൊതുവെ അങ്ങനെ ആൽക്കഹോൾസ് ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ അവിടെ എത്തിപ്പെട്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബില്ലുകൾ ഇപ്പം അവിടുത്തെ റെസ്റ്റോറന്റ് ഇപ്പം 3-4 റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ആ ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതിന്റെ ബില്ലുകൾ വരുമ്പോഴാണ് ആൽക്കഹോളിന്റെ ഓരോരോ പേരുകളൊക്കെ കാണുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി ഇതിപ്പം എനിക്ക് ശരിയാവില്ല, ഇതിന്റെ കണക്ക് നോക്കുന്ന ഒരു പണി എനിക്ക് വേണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നറിയോ, അന്ന് ആ ജോലി ഇപ്പൊ വിത്തിൻ 1 മന്ത് തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. എനിക്കത് നടക്കൂലെന്ന് തോന്നി എനിക്ക്. കാരണം വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ലല്ലോ. ഓൾറെഡി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഏരിയ എന്റെ ഏരിയ അല്ലായിരുന്നു. പിന്നെ ഈ നമ്മളുടെ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ കണക്റ്റഡ് ആവാതിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്ത് പിന്നെ വേറെ ജോലികൾ നോക്കാൻ തുടങ്ങി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയോ, ഞാൻ ആ സമയത്ത് നമ്മൾ പറയണ്ടേ, നമ്മളൊരു നമ്മളുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളോട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുമെന്ന് പറയും. ഇതേപോലെ തന്നെ ജോലി തെരഞ്ഞ് പിന്നെയും തെരഞ്ഞ് എത്തിപ്പെട്ട എവിടെ അറിയോ, ആ കിട്ടിയ ജോലിനെക്കാട്ടിലും ഒരു അടിപൊളി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതൊരു 4 സ്റ്റാർ ഹോട്ടൽ കമ്പനി ആണെങ്കിൽ പോലും ആദ്യത്തെക്കാട്ടും ശമ്പളവും ആദ്യത്തെക്കാട്ടിലും നല്ല പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ആ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം നമ്മളുടെ ജീവിതത്തിലും നമ്മൾ പല സമയത്തും സമ്പത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളെ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോലും നമ്മൾ കഴിയുന്നിടത്തോളം മാക്സിമം എന്ത് ചെയ്യുക, നമ്മളുടെ മൂല്യങ്ങൾ നമ്മളുടെ വാല്യൂസ് ആദ്യം തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അതിന്റെ ഉള്ളിൽ വരുന്ന സമ്പത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുന്ന രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഞാനിപ്പോ ഇതാണല്ലോ ചെയ്യുന്നത്, വേറൊരാളെ ഉപദ്രവിക്കുന്ന ഒരു ജോലിയാണല്ലോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു മോശമായിട്ടുള്ള കാര്യം ചെയ്യാൻ ഞാനൊരു ഭാഗമായിട്ട് മാറുന്നുണ്ടല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മളുടെ മെല്ലെ 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 നമ്മളുടെ സമാധാനം എന്ന് പറഞ്ഞ സംഭവം നശിച്ചു പോകും. ജീവിതത്തിൽ നമുക്ക് എന്ത് തന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ എത്ര ഉയർന്ന് എവിടെ എത്തിക്കഴിഞ്ഞാലും മാനസികമായിട്ട് നമുക്ക് ഒരു സന്തോഷവും സമാധാനവും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നുള്ളത് പറഞ്ഞാല് നമ്മൾ സൊസൈറ്റി നമ്മളുടെ സമൂഹത്തിനും സമുദായത്തിനും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോ അത് മീറ്റ് ചെയ്ത് എല്ലാ സമയത്തും നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പൊ ഞാൻ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ കേസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞാൻ വേറെ ആരെങ്കിലും കേസ് വന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ട വെച്ചിട്ടാ ഞാൻ ഈ ക്ലാസ് എടുക്കണം, എനിക്കിങ്ങനെ ആഗ്രഹം വന്നു. ഇപ്പൊ എന്റെ മൈൻഡിൽ ആളുകളായിട്ട് കണക്ട് ചെയ്യണം, ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണം, അതിനെനിക്ക് എന്തോ ഒരു കഴിവോ എന്തോ ഒരു സംഭവം പഠിച്ചോ ഉള്ളിൽ ഇട്ട് തന്നിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് കിട്ടിയ സമയത്ത് ഞാൻ ചെറുങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ആ സമയത്ത് ആദ്യത്തെ വീഡിയോക്ക് ഞാൻ വീഡിയോ ചെയ്തതൊക്കെ ഇങ്ങനെ ഒരു സാംസങ് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ പനിയൊക്കെ ഉള്ള സമയത്ത് ആ വീഡിയോ ചെയ്തത്. അപ്പോ എന്റെ ഫാമിലിന്ന് എന്തൊക്കെ തെറികൾ ഞാൻ കേട്ടിങ്ങനെ അറിയും. അതുവരെ എന്നെ ചീത്ത പറയാത്ത ആൾക്കാർ പോലും മാജിയെ ഇനി ഏതായാലും വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കല്ലോ, ഇനി നമ്മളെ കുടുംബത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്താൽ നന്നാവുമല്ലോ, അത് നല്ലതല്ലേ. ദാറ്റ് മീൻസ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ കുടുംബത്തിന്റെ പേര് പോയി പോകുന്നുള്ള രീതിയിൽ വരെ സംസാരിച്ച ആൾക്കാർ. എന്റെ ക്ലോസർ ഫാമിലി അല്ല, എന്റെ എളാപ്പ പോലുള്ള കുറച്ച് അകന്ന ആൾക്കാരാണ്. അതെന്ന് മീൻസ് ഉദ്ദേശിച്ചത് ഇപ്പം ഉമ്മന്റെ അനിയത്തിന്റെ ഭർത്താവ് അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, കുറച്ച് അങ്ങനത്തെ ആൾക്കാർ കുറ്റം പറയുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ഉണ്ട് എന്ത്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഇവിടെ കറന്റ് 38 ആൾക്കാർ ഇരിക്കുന്നില്ലേ. അപ്പൊ അത് താങ്ക് യു ഗോഡ്. എന്താ പറയാ, 38 ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എവിടെയോ മനുഷ്യന്മാർക്ക് ഒരു ഹീലിംഗ് ആയിട്ടോ സഹായമായിട്ടോ മാറുന്നതുകൊണ്ട് മാത്രമല്ല. ചില ആൾക്കാർ ലിങ്ക് കണ്ട് വെറുതെ ജോയിൻ ചെയ്തതായിരിക്കും. ഏതായാലും അപ്പൊ ഇങ്ങനെ ഈ 43 ആഴ്ചകളോളൊക്കെ ഇത് നമ്മളെ ടീമിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആരും ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമല്ല. ഇതിപ്പോ എന്താ സംഭവം എന്ന് പറയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഇപ്പം പല ആഴ്ചയിലും പല കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും.
അതിപ്പോ ഞാനിപ്പോ ഇന്നങ്ങ് മരിച്ചു പോയിന്ന് കൂട്ടാം. ഞാനിപ്പോ ഇന്നങ്ങ് മരിച്ചു പോയാലും ഇത് യൂട്യൂബിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ മരിച്ചു പോയിട്ടും ചിലപ്പോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ മതി ചിലപ്പോ അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നല്ല മാറ്റങ്ങളോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഫാമിലി ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് അവർക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും അവിടെ കിട്ടൂലേ. ഞാൻ ഇപ്പൊ ഖബറിലാണെങ്കിലും ആഫ്റ്റർ ലൈഫിലാണെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്യുമ്പോഴും മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്ക് തന്നെ ഒരു കോർ വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു മെന്റാലിറ്റി ബിൽഡ് ചെയ്യാം. ഇപ്പൊ ഈ കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ വരുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നിങ്ങൾ കാരണം ഒരൊറ്റ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ അങ്ങനെ പറ്റും. ചിലപ്പം ഭയങ്കര മാനസികമായിട്ട് തളർന്ന് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എവിടെയോ പോയിട്ട് ഒരു ചെറിയൊരു തരി, നമ്മൾ പറയില്ല വെളിച്ചം കാണിച്ചു കൊടുക്കാന്ന്, ആ വെളിച്ചം മാത്രം കാണിച്ചു കൊടുക്കുന്നതോടുകൂടി ആ മനുഷ്യന്റെ ജീവിതം മാത്രമല്ല മാറുന്നത്. നമ്മൾ കോച്ചിങ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെ ടീച്ചിങ് ഉള്ള ഫീൽഡിലുള്ള ആൾക്കാരോടാ പറയുന്നത്. ആ ഒരൊറ്റ ഒരാള് ഇപ്പൊ ഒരു വീട്ടിലെ അമ്മയ്ക്കാണ് അല്ലെങ്കിൽ അച്ഛനാണ്, ആരൊക്കെ ഇപ്പൊ വീട്ടമ്മനെ എടുക്കാം, വീട്ടമ്മയ്ക്കാണ് ആ ഒരു മാനസികമായിട്ടുള്ള തളർച്ച കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അവരുടെ ലൈഫിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലിരുന്നുകൊണ്ടോ പുറത്തു പോയിട്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും അവരുടെ സ്കില്ലുകളെ കുറിച്ചും അവർക്ക് എങ്ങനെയാണ് മനസ്സിനെ കറക്റ്റ് കൺട്രോൾഡ് ആയിട്ട് മാനസികമായിട്ട് തളർന്നു പോവാതെ എങ്ങനെയാണ് മനസ്സിനെ കറക്റ്റ് കൺട്രോൾഡ് ആയിട്ട് കൊണ്ടു നടക്കാന്നൊക്കെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ വരിക, ഓട്ടോമാറ്റിക്കലി ആ അമ്മയുടെ മക്കളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ചെയ്യുന്നതിലൂടെ, എന്തെങ്കിലും ഒരു ദിനചര്യ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇപ്പം ഭർത്താവിന് ആ ഒരു സമാധാനം കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മക്കളും ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും. അപ്പൊ എന്താ സംഭവിക്കുക, ഇതേ വാല്യൂസ് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും മക്കൾ വളരുക. അപ്പൊ മക്കൾ വളർന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ നല്ല നർച്ചറിങ് കിട്ടിയിട്ടുള്ള, നല്ല സ്നേഹത്തോടു കൂടി വളർന്നിട്ടുള്ള മക്കളായ സമയത്ത് ആ ഒരു സ്നേഹം അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താ അപ്പോഴേക്ക് നമ്മൾ മരിച്ചുപോയിണ്ടാവും. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഒരു ട്രെയിനിങ് ഫീൽഡിലുള്ള ആൾക്കാരത് മാത്രമല്ല, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പം ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ബുദ്ധിമുട്ട് അനുഭവം, ഡോക്ടർ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അത് ഹീൽ ചെയ്യാൻ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം, ഇതേപോലുള്ള കാര്യമാണ് മുന്നോട്ടുള്ള ജനറേഷൻ വരുന്നതിൽ പോലും നമ്മൾ അതിലൊരു ഹെൽപ്പ് ചെയ്ത ആളായിട്ട് മാറും. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് തന്നെ ലക്ഷ്യങ്ങൾ വെക്കുന്ന സമയത്തും ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്ന് പറഞ്ഞ സംഭവത്തിലേക്കൊന്ന് ദുനിയാവും ആഹിറവും എന്നുള്ള ചിന്ത മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക അറിയാം, നമുക്ക് പിന്നെ വേറെ ആരെ ഇംപ്രസ് ചെയ്യാൻ തോന്നില്ല. മനുഷ്യന്മാരെ ഇംപ്രസ് കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്, മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്യാൻ ജീവിക്കുന്നതിന് പകരം നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുക ആ ദൈവത്തിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ, ഓട്ടോമാറ്റിക്കലി ആ മനസ്സിൽ ആ ഒരു വെളിച്ചുള്ള മനുഷ്യന്മാർക്ക് നമ്മളോട് സ്നേഹം തോന്നും. നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഇങ്ങനെ പല പല ഏരിയകളിൽ നിന്നും പല നാട്ടിൽ നിന്നും നമ്മളായിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു സംഭവം എപ്പോഴും മൈൻഡിൽ വെക്കാം, വാല്യൂസ് ഹോൾഡ് ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുക. നമ്മളുടെ വാല്യൂസ് ഒന്ന് എഴുതി വെക്കാൻ, ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അതിന്റെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കഴിയുന്നിടത്തോളം പോകില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് പറഞ്ഞാല് സോഷ്യൽ മീഡിയ വാലിഡേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ആളുകളാണ് നാലാമത്തെ പോയിന്റ്. ഐ മീൻസ് ഞാൻ വീഡിയോസ് ഇടുന്നത് വൈറൽ ആവാനാണ്, എനിക്ക് ലൈക്ക് കിട്ടാനാണ്, എനിക്ക് ഇത്ര ഫോളോവേഴ്സ് വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, ഫോളോവേഴ്സിനും ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് വാല്യൂ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കുക. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് കർമ്മ എന്ന് പറഞ്ഞ പോസിറ്റീവ് കർമ്മ എന്ന് പറഞ്ഞ ബന്ധപ്പെട്ട ഒരു കാര്യം. അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ എനിക്കത് ഞാൻ വെറുതെ മൈൻഡിൽ വന്ന ഒരു തോട്ട് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഇപ്പോഴും 1000 ചില്ലാൻ ആൾക്കാർ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ആലോചിക്കാം, എന്റെ മൈൻഡിൽ വന്നൊരു തോട്ടാണെങ്കിലും അത് മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക്, നമ്മൾ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്താൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ തന്നെ
നമ്മളൊരു നന്മയുള്ള കാര്യം ചെയ്താൽ അതും ഏതെങ്കിലും രീതിയിൽ ഇവിടെയോ അവിടെയോ തിരിച്ചു വരും എന്നുള്ളൊരു തോട്ട് മൈൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, പക്ഷെ അത് ആളുകൾക്ക് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, അതിന്റെ ഷെയറോ അതിന്റെ ലൈക്കോ അല്ല, ആളുകൾക്ക് അത് കണക്ട് ആവുന്നതല്ലേ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു തോട്ടോ എന്തെങ്കിലും ഒരു ദിനചര്യയോ മറ്റുള്ള മനുഷ്യന്മാരിലേക്ക് നമ്മൾ ഏതെങ്കിലും ത്രൂ നമുക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ എത്ര കാലത്തോളം അതിന്റെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുമെന്നുള്ളത് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ ഉള്ളതാണ് എല്ലാത്തിനും യെസ് പ്രശ്നങ്ങളിലേക്ക് ആൾക്കാർക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ആരെങ്കിലും പറഞ്ഞാലും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു ഇംപ്രഷൻ പിടിച്ച് എന്താണ് നടക്കാൻ പോകുന്നത്, ചിന്ത ചെയ്യാൻ പറ്റും എന്നുള്ള രീതി എന്ത് പറഞ്ഞാലും ടെൻഷൻ അടിച്ച് ജീവിതം നമുക്ക് എടുത്താ തീരാത്തത്ര പണികൾ ഓൾറെഡി ഉണ്ടാവും. നമ്മൾക്ക് ഈ നിമിഷത്തിൽ സഹായം ചോദിച്ചാൽ ഈ ഒരു സമയത്ത് ഈ ഒരു നിമിഷം പ്രസന്റ് നമ്മളെങ്ങനെ ഈ ഒരു നിമിഷപ്പെട്ട് ചെയ്യുന്നതിന് പകരം ചെയ്യാൻ സാഹചര്യങ്ങൾ ബെറ്ററാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കത് ആക്ഷൻസ് എടുക്കാം നല്ല രീതിയിൽ ഇട്ട് അത്. കാരണം എന്താണ്, നമ്മൾ ഒരിക്കലും കൂടായിട്ട് പറയാം കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് വിഷമിച്ചിട്ടോ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടോ ഒരു മാറ്റവും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രകൃതിയാക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നോ പറയാൻ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു സംഭവം നമുക്ക് മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്ത് ജീവിക്കാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ട് സെൽഫായിട്ട് വേറൊരു കാര്യം അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളായിട്ടുള്ള ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് വേറൊരാൾ ക്ലാസ് എടുക്കുന്ന അവരെ പോലെ ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നല്ലൊരു ഇന്നർ കോൺഫിഡൻസ് നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മളതായിട്ടുള്ള ഭാഷകൾ എന്തൊക്കെയാണ് എന്റെ എന്റെ ഒരു ലക്ഷ്യത്തിന്റെ കാര്യം എന്ത് തന്നെ കാര്യമായാലും അപ്പൊ നമ്മളുടെ ഏറ്റവും കാരണം എന്താണെന്നായിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ നമ്മളുടെ ഉള്ളിൽ നമ്മളിപ്പോ എല്ലാ ക്ലാസ്സിലും എല്ലാവർക്കും വ്യത്യസ്തം 100 കോടി ജനങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ അവരെന്തിനാ ജീവിക്കണമണിയും DNA ഒക്കെ പഠിച്ചോനാണ് നമ്മളുടെ സൃഷ്ടാവിന് കഴിവുണ്ട്. അവര് കാരണന്മാരുടെ ഉള്ളിലേക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് കഴിവുകൾ എങ്ങനെ ചെയ്തു വ്യത്യസ്തമായിട്ടുള്ള ചില അടുത്ത നിമിഷം മരിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കുക. ആ കഴിവുകൾ അടുത്തൊരു നിമിഷം ഞാനും മനുഷ്യന്മാരായാലും നമ്മളുടെ ജീവിതത്തിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് അവരുടെ മൈൻഡിൽ ഈ കാര്യങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും അവരുടെ ഇന്നത്തെ ടോപ്പിക്കും വേണ്ടിയിട്ട് ഓരോ നിമിഷത്തിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നീട്ടി വെച്ച് നെറ്റൊക്കെ ഓഫാക്കി കറണ്ട് പോയതൊന്നും അപ്പൊ ഏതായാലും ആ രീതിയിൽ ഇങ്ങനെ നീട്ടി വരുന്നതിന് പകരം അടുത്ത നിമിഷം ഫീഡ്ബാക്കോ കാര്യങ്ങളോ കാര്യങ്ങളോ ആ കാര്യം പോലും മാക്സിമം എഫേർട്ട് സംസാരിച്ചോളൂ. എന്തെങ്കിലും ഇപ്പൊ അധികം ആൾക്കാരും പറയലുണ്ട് മെഡിറ്റേഷനെ കുറിച്ചോ പലതും തുടങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അങ്ങനത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ലൈഫിൽ സെൽഫിനെ കുറിച്ച് സെൽഫ് അവയർനെസ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാം. ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ജീവിക്കുന്നുണ്ടാവും. നമ്മൾ കാരണം ഈ ഭൂമിയിലേക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞില്ലേ യൂണീക്നെസ് പറയുന്ന സമയം നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും എല്ലാ മനുഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് ഒരു സഹായമായി നമ്മളെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുന്ന പോലെ തന്നെ അത് സഹായിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം അത് കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എഫേർട്ട് എടുക്കലായി. ഇതേപോലെ തന്നെ ഒരു കാര്യമാണ് നമുക്ക് ആ ഇൻഡെക്സിന്റെ ക്ലാസ്. അത് കാരണം അവിടെ മുതലുള്ള ക്ലാസ്സാണ് കേട്ടത്. അപ്പോ ഇതുപോലെയാണ് കുറെ ആൾക്കാർ റോൾ മോഡൽസ് നമുക്ക് വരണത്. ചില ആൾക്കാരുടെ വേർഡ്സ് നമ്മൾക്ക് പെട്ടെന്ന് ഭയങ്കര ക്ലിക്കാവും നമ്മളുടെ മൈൻഡിൽ കയറിയിട്ട്. അത് ചിലപ്പോൾ അവരുടെ ആ ഒരു ടോണായിരിക്കും, ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഈ റിഫ്രഷ് ആയിട്ട് നമ്മളെ മൈൻഡിൽ വരണത്. മിക്കവാറും ആളുകൾക്ക് അറിയാത്ത കാര്യം വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരണമെങ്കിലും ചിലരുടെ ടോൺ നമ്മളുടെ ഉള്ളിൽ കിടക്കും. ആ കിടക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ശരിയാണ്, നമ്മളിത് പാസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ ഒരു കാര്യം ഒരു വിഷയത്തെ സംസാരിക്കണ ഒരു പേജിൽ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കണമെങ്കിൽ അതുമായിട്ട് നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഒരാൾ ഓർമ്മ വരുമ്പോൾ സാർ പറഞ്ഞ പോലെ അത് സെൻഡ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ആൾക്കാർ ഓർമ്മ വന്നാലും സെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവാറുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ഓരോ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളും
ഓരോ ക്ലാസ്സിൽ വരുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് കുറെ സ്ക്രോൾ ചെയ്ത് പോണ. ഞാൻ വേറൊരു ക്ലാസ് ചെയ്തപ്പോ എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് സ്ക്രോളിംഗ് സ്റ്റാർട്ട് സെർച്ചിങ് എന്നുള്ള വേർഡാണ്. അത് 4S എന്നാണ് സാർ പറയാ ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും അത് ചെയ്ത് നോക്കാം. നമ്മളൊരു പെട്ടെന്ന് ഫോൺ വെക്കാന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ എടുത്തിട്ട് ഒരു 10 സ്ലൈഡൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് നമ്മൾ കണ്ടുപോകും. കഴിഞ്ഞ് ഫോൺ വെച്ച് നമ്മളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ പോലെ ചില നമുക്ക് ക്ലിക്കായിട്ട് നമ്മൾ കുറെ കോമഡി പോലെ ചിരിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഭയങ്കര ഡീപ്ലി നമുക്ക് സങ്കടം വന്ന പോലെ വീഡിയോസ് BGMs ഇട്ടിട്ടില്ല അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബിലോ 5 വീഡിയോസ് ആവും നമ്മുടെ മൈൻഡിൽ. അത്ര നിൽക്കുമെന്ന് അറിയില്ല. അതും ഒരു 1 അവറിന്റെ ഉള്ളിൽ ഒരു 2 അവർ ഒരു ഒരു 10 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ നമുക്കത് ഓൾമോസ്റ്റ് നമ്മളെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ ഫ്രീ ടൈമിലാണെങ്കിൽ ഫ്രീ ടൈം വളരെ കുറവാണ്. അപ്പോൾ ഫ്രീ ടൈമിലാണെങ്കിലും സ്ക്രോളിംഗ് തുടങ്ങി 3-ാമത്തെ സ്ലൈഡ് ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ 3-ാമത്തെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴത്തേനും എന്റെ മൈൻഡിൽ സ്റ്റോപ്പ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യമില്ലാണ്ട് എന്തിനാണ് ഇതിരുന്ന് കാണുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നോക്കണ്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളതല്ല. നമുക്കൊരു അവയർ നമ്മളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ അത് നമ്മളുടെ സമയത്തിനെയും ലൈഫിനെയും ഒക്കെ ബാധിക്കും. അപ്പോ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക, കാണുക. അതെല്ലാവരും ആ ഒരു 4S ഒന്ന് മൈൻഡിൽ വെച്ചാൽ അത് ലൈഫിൽ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് വരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. അത് ഓർമ്മ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞതാണത് കേട്ടോ. സോറി. ഇനി അത് എങ്ങനെയാന്ന് എടുക്കാൻ എനിക്കറിയില്ല. പെട്ടെന്ന് ഞാനത് ഓർമ്മ വന്നപ്പോ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാനിപ്പോ പറഞ്ഞതാണ്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. എന്താ സംഭവം അറിയോ, ഇതിപ്പോ ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും വളരെ ചെറിയ ടൈം കൊണ്ട് മാം എല്ലാവർക്കും മനസ്സിൽ തറയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ആ കാര്യം പറഞ്ഞത്. ഇപ്പം ഇവിടെ 10-20 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇത് കേട്ടവര് ഒന്ന് മൈൻഡിൽ വെക്കും. 4S ആണ് പറഞ്ഞത്. സ്റ്റോപ്പ് സ്ക്രോളിങ്, സ്റ്റാർട്ട് സെർച്ചിങ്, 4S. ഇപ്പൊ 4S എന്നുള്ള സംഭവം മൈൻഡിൽ വെച്ചാൽ നമുക്ക് ഭയങ്കര, ഞാനിപ്പം എങ്ങനെ ഇപ്പം കൺസിഡർ ഇപ്പം ചിന്തിക്കുന്ന സമയത്തും ഇപ്പം വേറെ ഒരു ടൈം വേസ്റ്റ് ചെയ്യലും പരിപാടികളൊന്നും ഇല്ലെങ്കിലും എനിക്കിപ്പോ ടൈം എവിടെങ്കിലും എപ്പോഴെങ്കിലും വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അത് പുള്ളി ഒന്ന് ഡെലിഗേറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ടൈമും കൂടെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ആ സമയം കൂടെ ഇൻവെസ്റ്റ് ചെയ്യാലോ. അല്ല, ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പഠനങ്ങൾ നടത്തുന്നുണ്ട്, മെഡിറ്റേഷനും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് സമയം അറിയാതെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫൈദ മാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച് മാം ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്. വേറെ ആർക്കെങ്കിലും ജസ് ഭായി എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ക്ലിയർ ആണ് സാറേ. ഓക്കെ, പറഞ്ഞോളൂ. ആ, ഞാനത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ തുടങ്ങാം. അതായത് ഞാൻ ഒരു 3-4 മാസത്തിന് മുമ്പ് എനിക്കൊരു ക്യാമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സ്കോളർഷിപ്പ് സംബന്ധമായ, അതായത് SLCക്ക് ഫുൾ A+ കിട്ടിയതിന്റെ ഒരു ഇതിൽ വരുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതി കിട്ടുന്ന ഒരു സംഭവം. അങ്ങനെ ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തപ്പോ എനിക്ക് ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതില് ഒരു 7 days ക്യാമ്പ് ആയിരുന്നു. അതിലൊരു സെഷൻ ഉണ്ടായിരുന്നു. അതിൽ സാറ് കയറി വന്നിട്ട് നമ്മളോട് ഒരു ബുക്കും ഒരു പെന്നും എടുക്കാൻ പറഞ്ഞു. ഇത് നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ വെച്ചു. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ടായി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ്, അതായത് നമ്മുടെ ഓരോ ബോഡി പാർട്സിനും വെച്ചിട്ടാണ് സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് ഏത് രീതിയിലാവാനാണ് ആഗ്രഹം? അതായത് ഇപ്പൊ ഉള്ളത് മതിയോ, അല്ല ഇമ്പ്രൂവ് ചെയ്യണോ, അല്ല നല്ലോണം ഇമ്പ്രൂവ് ചെയ്യണോ? ഇങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ആണ് നമുക്കാണ്. അതിൽ ഓരോന്നിനും ടിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 40 ക്വസ്റ്റ്യൻസ്, 40-ലധികം ക്വസ്റ്റ്യൻസ് സാറ് ചോദിച്ചതിന് എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ടിക്കറ്റ് പോയി. സാറ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു എല്ലാവരോടും കൂടിയിട്ട് 40-ൽ 40 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ മാറ്റാൻ ഇതില്ലായിട്ട് പോലും ഞാൻ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നുള്ള രീതിയിൽ 37 എണ്ണത്തിന് ടിക്ക് കൊടുത്തു. അതായത് മാറ്റണ്ടെന്നുള്ള രീതിയിൽ. ബാക്കി 3 എണ്ണത്തിന് ഞാൻ മാറ്റണമെന്നുള്ള രീതിയിൽ കൊടുത്തു.
സാർ ലാസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒരു തോറ്റ സ്ഥലത്തല്ലേ. കാരണം നമ്മളൊക്കെ ജനിച്ചത് ഇങ്ങനെയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചെറിയ മിസ്റ്റേക്സിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു കാര്യമില്ലേ. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ മാറ്റിക്കളഞ്ഞ പിന്നെ നമ്മളായിട്ട് ജീവിക്കാൻ ആരില്ലേ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ നമ്മളായിട്ട് ജനിച്ചവരാണ്. നമ്മൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എത്രത്തോളം നല്ലതായി കാണിക്കാനും നോക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ വാല്യൂ നമ്മൾ നഷ്ടപ്പെടുന്നത്. അത് എല്ലാ കാര്യത്തിലും ഏകദേശം സത്യം. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ സാറിന് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങുന്നത് തന്നെ ഏകദേശം എനിക്ക് ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ്. ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടു. ഞാനിങ്ങനെ ഇടാന് ആ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ കുറെ സമയം ഇരുന്നു. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാല് സ്കൂളിൽ പോകേണ്ട ഒരാളാ. സ്കൂളിലെ പിള്ളേരാണെങ്കിൽ നിൽക്കാൻ കൂടിയിലാണ് എനിക്ക് ഉറപ്പാ. ബട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചു. കാരണം ഞാനിതിപ്പോ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും എന്താ പറയാ, എനിക്ക് അവരുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരൂല. ഞാൻ വെറുതെ ഇവിടെ ഇരുന്നു സാധാരണ കാഷ്വലായിട്ട് സ്കൂളിൽ പോകുന്ന പോലെ പോയി വരുന്നു. ബട്ട് ഞാനിവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പലരും ചിന്തിച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ മാറിക്കിട്ടും. ഞാൻ അങ്ങനെ ഇട്ടു, ഏകദേശം 10K വ്യൂസ് കയറി. പിന്നെയുള്ള വീഡിയോസ് ഇട്ടപ്പോ വ്യൂസ് കുറവായിട്ട് വന്നത്. ഇപ്പോഴും വ്യൂസ് കുറവായിട്ട് വരാം. ബട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഡെസ്പായി. എങ്കിലും ഞാൻ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചു. അതായത് ഒരാളായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നല്ല വീഡിയോ കേട്ടോ, കണക്ട് ആവുന്നുള്ള നല്ല രീതിയിൽ. എത്ര ആലോചിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മള് ഈ 1000 ആള് കണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളെ ഓഡിയൻസ് ലക്ഷമോ കോടികളോ എത്ര ആയിക്കോട്ടെ, ബട്ട് നമ്മുടെ വാക്കുകൊണ്ട് അതിൽ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ മോട്ടിവേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒറ്റ മനുഷ്യനാണ്. ആ ഒറ്റ മനുഷ്യന് നമുക്ക് കിട്ടുക പറഞ്ഞാൽ അത്രക്കും ഭയങ്കരമായിട്ടുള്ള സംഭവം. ഇപ്പോ സാറിന്റെ ക്ലാസ് ഇപ്പൊ ഞാൻ കേട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കാണുന്നല്ലാണ്ട് നമ്മ യൂണിറ്റെക്സിൽ എല്ലാ കോണ്ടാക്ട് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ അധികം കേട്ടില്ല. പിന്നെ സാറിനെ കുറിച്ച് ഞാൻ എപ്പോ ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്. സാറിന് എന്താ അറിയോ, ചില മനുഷ്യന്മാര് അങ്ങനെ ഉണ്ട്, പ്രത്യേകിച്ച് അഫ്സൽ സാറ്. കാരണം ഞാൻ ഒരുപാട് ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സാറിന് അയച്ചൊരു മെസ്സേജ് ഇല്ലേ, ഫസ്റ്റ് മെസ്സേജ്, ഞാൻ ഒരിക്കലും റിപ്ലൈ കിട്ടൂന്ന് വിചാരിച്ചിട്ട് അയച്ചൊരു മെസ്സേജ് അല്ല അത്. ബട്ട് 2 ദിവസത്തിനകം തന്നെ അതിനൊരു റിപ്ലൈ വന്നു. അത് കൂടാണ്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, മാജിക് യൂണിറ്റ്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നുമല്ലാണ്ട് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോ ജസ്റ്റ് ഒരു മെസ്സേജ് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമല്ലേ. അങ്ങനെ ഒരു മെസ്സേജിലാണ് ഞാനിപ്പോ ഈ വീഡിയോ, ഈ ഓൺലൈൻ സെഷനും അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു കാരണം പറയുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മുടെ ഉള്ളില് നമുക്ക് വേണ്ട ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ്, വാല്യൂസ് ഒക്കെ ഉണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അത്ര പറയാനുള്ളൂ. താങ്ക് യു. ഇതൊക്കെ ഒരു ഫ്യൂച്ചർ നമ്മളെ കോമ്പറ്റീറ്റീവ് ആൾക്കാരായിട്ട് അതൊക്കെ അടിപൊളി. എന്ത് കണക്റ്റഡ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചതെന്ന് അറിയോ. അടിപൊളി, താങ്ക് യു സോ മച്ച്. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയെന്ന് അറിയോ. ഒട്ടുമിക്ക മനുഷ്യ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക്, ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുണ്ട്, ബിക്കമിങ് യു എന്ന് പറഞ്ഞൊരു ബുക്കാണ്. സൂസി വെൽഷ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളുടെ വാല്യൂസിനെ കുറിച്ചൊക്കെ കുറച്ച് ഡെപ്തിൽ പോകുന്നുണ്ട് ആ കാര്യത്തിൽ. നമ്മളുടെ കൂവത്ത് പ്രോഗ്രാമിൽ ഇതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കണം. എന്തെന്നറിയാം, ഇപ്പൊ നിങ്ങൾ കുറച്ച് നീണ്ട കാലം ജീവിക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു 85 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന മനുഷ്യനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ ആയുസ് എത്ര നമുക്ക് അറിയില്ലല്ലോ, വർഷം മാത്രമല്ല അറിയാം. അപ്പൊ ഒരു 85 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം ചിന്തിച്ചിട്ടായിരിക്കും റിഗ്രറ്റ് ഫീൽ ഉണ്ടാവുക? ആ കാര്യം എനിക്ക് ചെയ്ത് നോക്കായിരുന്നു, അന്ന് ഞാൻ ചെയ്ത് ശ്രമിച്ചു നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് വലിയൊരു ബ്രാൻഡോ ഒരുപാട് മനുഷ്യന്മാരിലേക്ക് അത് എത്തിക്കാനൊക്കെ പറ്റായിരുന്നു എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പം
ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കുക അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യുക, അല്ലെ വേറെ എവിടെയെങ്കിലും ജോയിൻ, ആ രീതിയിൽ ചിന്തയാൻ പറ്റും. ഇപ്പം തന്നെ ഇപ്പൊ ഫൈദമേ നമുക്കാണെങ്കിൽ ഫുൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ആദ്യത്തെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കണം. കാരണം ഫുള്ളി ആള് മൈൻഡോണ്ട് അതിന് സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഇപ്പൊ നമ്മളെ യൂണികെക്സിന് തന്നെ ജോയിൻ ചെയ്തതിൽ ഇപ്പം 10-20 അടുത്തൊരു ആൾക്കാരില്ല. അപ്പോൾ അതിലിപ്പോ രണ്ടാൾക്കാരാണ് ഈ ലിങ്ക് കണ്ടപ്പോഴും വെറുതെ കയറി നോക്കിയത്. അപ്പൊ ദാറ്റ് മീൻസ് അവര് ലേണിങ്ങിന് റെഡിയാണ്. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് മാത്രമല്ല, എവിടുന്നാണെങ്കിലും ലേണിങ്ങിന് ഇപ്പൊ രണ്ടാൾക്കാർ പറഞ്ഞപ്പോ വേറെ ഏതോ ഒരു സെഷന് പോയ കാര്യമാണ് പറഞ്ഞിട്ട് ടച്ച് ചെയ്ത്. ദാറ്റ് മീൻസ് ദേ ആർ റെഡി ടു ലേൺ. ആ ആക്ഷൻ, ആ കർമ്മന്റെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അവിടെ ഒറ്റ ഒരു കാര്യം കൂടി ചിന്തിച്ചാൽ മതി, ഹിയർ ഓർ ഹിയർ ആഫ്റ്റർ. അപ്പൊ ഹിയറിൽ തന്നെ കിട്ടണം എന്നുള്ള ഇന്റൻഷനോട് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെ ആയാലും പടച്ചോന്റെ അടുത്തുനിന്ന് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന, പടച്ചോനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും പഠിച്ചോളെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത്, എവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെ വായിക്കാൻ പറ്റുമോ, എന്തൊക്കെ വീഡിയോ കാണാമോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത്. ഇനി ബാക്കിയുള്ള റിസൾട്ട് എന്റെ പഠിച്ചോളാണ് തരേണ്ടത്. ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ കണക്ഷനോട് കൂടി ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് മാത്രമല്ല, കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നതും ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ആ ഫുൾ എഫേർട്ട് കൊടുക്കാൻ റെഡിയാണ്. ആ ഫുൾ നമ്മളുടെ ഞാൻ പാതി ദൈവം പാതിയിലെ നമ്മളുടെ പാതിന്റെ 100% ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 100% നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ വിധത്തിൽ മനുഷ്യന്മാരായാലും സാഹചര്യങ്ങളായാലും പൈസ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമില്ല അതൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് എത്തിക്കോളും. മനുഷ്യന്മാരായാലും ഒക്കെ എത്തിപ്പെടും. അപ്പൊ ഏതായാലും അത് എപ്പോഴും ഒന്ന് മൈൻഡിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതേപോലെ ഇപ്പം ആർക്കെങ്കിലും അവരുടെ ഒക്കെ ഇപ്പം നമുക്ക് മറ്റുള്ളവരുടെ ഇംപ്രഷൻ പിടിച്ചു പറ്റാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം വേണ്ടത് അവരുടെ വാല്യൂസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു കറക്റ്റ് ഒരു കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും ഒക്കെ കണ്ടെത്തുകയും വേണം. ഏതെങ്കിലും കാര്യത്തിൽ പോയിട്ട് നമ്മൾ കുറെ എഫേർട്ട് എടുക്കുന്നതിന് പകരം നമ്മളുടെ ഏരിയയിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഇൻബോൺ ടാലന്റ് കൂടെ ഉള്ള ഏരിയയിൽ നമ്മൾ എഫേർട്ട് എടുക്കുന്ന സമയത്ത് ചെറിയ സമയം കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പം അക്കൗണ്ടിങ് ജോലി ചെയ്യുകയാണെങ്കിലും എനിക്ക് അത്യാവശ്യം ശമ്പളം കാര്യങ്ങൾ, പക്ഷെ ഇപ്പൊ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനോ ഇപ്പൊ ഉള്ള ഒരു ഗ്രോത്തിലേക്കോ എനിക്ക് എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. പക്ഷെ എന്റെ മേഖല ആളുകളുമായി കണക്ട് ചെയ്യുന്നതും കോച്ചിങ്ങും അല്ലെങ്കിൽ ഇവന്റ് കാര്യങ്ങളൊക്കെ ആണെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിയപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെടാനും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും സാധിച്ചു. അപ്പൊ ഞാൻ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കൂല. ഞാൻ ഇതുവരെ ഞാൻ ആ കോഴ്സ് അവിടെ തോല് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ പുതിയതായിട്ട് ഞാൻ എഫേർട്ട് എടുത്തിട്ട് അക്കൗണ്ടിങ് ഫീൽഡിൽ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഈ ഫീൽഡ് ആകുമ്പോൾ എന്താണ്, ഓരോ ദിവസവും എണീക്കുമ്പോൾ ഇന്നിപ്പോ ഞാൻ എന്താ പഠിക്കുക, ഇന്നിപ്പോ ആരാ കണക്ട് ചെയ്യുക, ഇന്നിപ്പോ ഞാനിപ്പോ ട്രെയിനിങ് എന്താ വെച്ച് കൊടുക്കുക, ആ രീതിയിൽ ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ക്ലാസ് കൊടുക്കും. 43 ആഴ്ചയായിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ എല്ലാത്തിനും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയും എഴുതിയൊക്കെ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യലോ. അപ്പൊ ആ രീതിയിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ ആർക്കെങ്കിലും അവരുടേതായിട്ടുള്ള മേഖല ഏതാണ്, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കണ്ടെത്താൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മൾ ഇപ്പം വരുന്ന ഓഗസ്റ്റ് 10-ാം തീയതി നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട് കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഗോകുലം മാളുടെ നേരെ ബാക്കിലുള്ള ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പൊ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെ കണക്ട് ചെയ്യാം. മിസ്റ്റർ ഒന്ന് നമ്പർ താഴെ മെൻഷൻ ചെയ്തു കേട്ടോ. അതൊരു 1 ഡേ പ്രോഗ്രാം മാത്രമല്ല, 1 മന്ത് പ്രോഗ്രാമാണ്. 1 ഡേ ഓഫ്ലൈൻ സെഷനും അതിൽ വരുന്നത് ഡോക്ടർ റാഷിദ് ഗസാലി, അലിയൻസ മുക്താർ സാറ്, ഷാന ലുക്മാൻ പോലുള്ള ഹീലേഴ്സും അതേപോലെ എഡ്യൂക്കേഷനിസ്റ്റും ലൈഫ് കോച്ചുകളും ഒക്കെ വരുന്നുണ്ട് പ്രോഗ്രാമിൽ. ഫൈസ മാം ഉണ്ട്, തസ്നി മാം ഉണ്ട്, ഷബ്ബ മുഹമ്മദ്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല 1 മന്ത് ഓൺലൈൻ ആയിട്ടുള്ള 7 ദിവസത്തെ ക്ലാസ്സും 23 ദിവസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും കൂടെ ഉള്ള പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് അതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്താണ് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കാനുണ്ടോ? ഹയ മാം ഉണ്ടല്ലോ ഇവിടെ. വലൈക്കും സ്ലാം, പറഞ്ഞോളൂ. നിങ്ങളൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ റെസ്പെക്ട് തരണ്ടേ? ഞാൻ നിങ്ങളാന്ന് മാത്രല്ല എല്ലാരെയും അങ്ങനെ തന്നെയാണ് സംസാരിക്കാറ് കേട്ടോ. എനിക്ക് വേണമെന്നില്ല. ഞാന് ഇന്നിപ്പോ സാർ എടുത്ത ക്ലാസ് ആയിക്കോട്ടെ, അവിടെ ഫാഹിദ മാമും
പിന്നെ ഇജാസ് ബ്രോ ഒക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിട്ടോ. അതിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഈ ഫാഹിദ മാം പറഞ്ഞല്ലോ സ്റ്റോപ്പ് സ്ക്രോളിങ് സ്റ്റാർട്ട് സെർച്ചിങ് എന്നുള്ളത്. അത് അത് നല്ലൊരു സംഭവം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് നമ്മൾ എത്ര ഫോൺ കളിക്കുകയാണെങ്കിലും ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന വീഡിയോസിലൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആ ഒരു ജോലി നോക്കിക്കോളും. അത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ യുണീക്നെസ് ഫെസ്റ്റിക്ക് എത്തുന്നതും അതുപോലെ ഇപ്പോൾ ഹർസൽ മാജിദ് സാറിനെ പരിചയപ്പെടുന്നതും ഈ ടീമിനെ പരിചയപ്പെടുന്നതും ഇന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നതൊക്കെ ആ ഒരു കാരണം കൊണ്ടാണ്. അന്ന് അങ്ങനെ സെർച്ച് ചെയ്തോണ്ട് ഐ തിങ്ക് ഏപ്രിലല്ലായിരുന്നോ നമ്മുടെ യുണീക്നെസ് ഫെസ്റ്റ് 3.0 അല്ലേ? അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു 1-2 ക്ലാസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഫ്രീ ആയിട്ടുള്ളതും. എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ എക്സാം ഒക്കെ ആണെങ്കിലും ഞാൻ അതൊക്കെ എന്ത് ചെയ്യും, എക്സാം ഒക്കെ ഇങ്ങനെ വരുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു റിലാക്സേഷൻ ആയിട്ട് ഇതെന്തായാലും അറ്റൻഡ് ചെയ്യും. അങ്ങനെ ചെയ്തിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഇതിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ ഹീൽ ചെയ്യാനും ഇപ്പൊ അഫ്സൽ സാറിന്റെ ഓരോ വേർഡ്സുകളായിക്കോട്ടെ ഒക്കെ സാറെ പൊക്കി പറയില്ല കേട്ടോ, ട്രൂ ആയിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ അൽഹംദുലില്ലാ അപ്പൊ സാറിന്റെ വേർഡ്സ് ഒക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ക്ലാസ്സുകൾ കളയലില്ല. ഇപ്പൊ കുട്ടികളിൽ മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പൊ മാം പറഞ്ഞ പോലെ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം നമ്മുടെ കാര്യങ്ങൾ. അതായത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അത് തിങ്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ബോറടിക്കാനും അങ്ങനത്തെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം, നമ്മളെ കുറിച്ച് ആലോചിക്കാനും. ഇപ്പൊ അടുത്ത് ഞാനൊരു സെലിബ്രിറ്റീന്റെ ഇന്റർവ്യൂ കണ്ടു. ആള് ഭയങ്കര സക്സസ്ഫുൾ ആ, ബിസിനസ് ഫീൽഡിലുള്ള ആളെ പേര് ഓർമ്മയില്ല. ആളോട് ചോദിച്ചപ്പോൾ ഫേവറേറ്റ് ഹോബി എന്താ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് 10 മിനിറ്റ് എന്നെ കുറിച്ച് ആലോചിക്കലാണ് എൻ്റെ ഫേവറേറ്റ് ഹോബി എന്നുള്ളതാ. അപ്പൊ ഞാൻ അങ്ങനെ അത് ഭയങ്കര നല്ലൊരു സംഭവമല്ലേ, നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് കിട്ടും. അതേപോലെ അത് നല്ല ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമുക്ക് ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ആ ബോധം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇജാസ് ബ്രോ പറഞ്ഞ കാര്യം, ഒരു സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കുക കേട്ടോ. നമ്മളൊരു ക്ലാസ്സിലായിക്കോട്ടെ നമുക്കൊരു സർക്കിൾ ഉണ്ടാവും. ഇപ്പൊ സാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 5 ഫ്രണ്ട്സിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്നുള്ളൊരു സംഭവം. അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിരിക്കുന്ന സർക്കിളിലുള്ള ആളുകൾ തിങ്ക് ചെയ്യുന്നതും ഡ്രീം ചെയ്യുന്നതും ചെറിയ കാര്യത്തിനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഭാഗം, ഇപ്പൊ എസ്പെഷ്യലി ഞങ്ങളെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആണല്ലോ, സ്കൂളിലല്ലേ കൂടുതൽ ടൈം, ടീച്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുണീക്നെസ് ഫെസ്റ്റ് 3.0ക്ക് വന്നപ്പോൾ. ആ ടൈമിൽ എനിക്ക് ഈ ബുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി ബുക്സ് ഒന്നും വായിക്കണ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഈ ഫിക്ഷണൽ സ്റ്റോറീസ് അങ്ങനെയൊന്നും. അപ്പോൾ എനിക്ക് ഇതിൽ ജോയിൻ ചെയ്തിട്ട് മനസ്സിലായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാറ്റഗറി ഏതാന്നുള്ളത്. ഞാൻ ഈ സെൽഫ് ഗ്രോത്ത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ബോധം എനിക്ക് അപ്പോഴാണ് വന്നത്. മറ്റേത് ഞാൻ അതുവരെ ട്രൈ ചെയ്യുന്നു മറ്റുള്ളവരെ പോലെ റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഏതാ നോക്കണം. അതിപ്പോ എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ, സെൽഫ് ഗ്രോത്തിന്റെ കാര്യങ്ങൾ എല്ലാത്തിലും വരുന്നുണ്ട്. ഇപ്പൊ മൂവീസ് സെലക്ട് ചെയ്യുമ്പോഴും നമുക്കത് നോക്കാം. സെൽഫ് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മൂവീസ് ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ നമ്മുടെ ടൈം പാസിന് വേണ്ടി കാണുകയാണ്. അതിപ്പോ മാം പറഞ്ഞ പോലെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഹെൽപ്പ്. ഇപ്പൊ ഇജാസ് ബ്രോ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നി. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഇപ്പൊ ഒന്ന് സർക്കിൾ മാറ്റിയിരുന്നു. അപ്പൊ ആള് ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ആളാ. ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞാനും അങ്ങനെയായി, ഫ്രീ പീരീഡ് ഒക്കെ ബുക്ക് എടുത്ത് വായിക്കുക, എന്തുകൊണ്ടറിയില്ല. എന്നിട്ട് ആളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബുക്ക് കഴിക്കണോണ്ടാണ് ഞാനും ഇങ്ങനെ ആയത്. ആള് ഇതേപോലെ നല്ല മിഠായി ഒക്കെ കഴിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ മിഠായി നിന്ന സ്വഭാവം വരെയൊക്കെ കിട്ടി. നമ്മുടെ ഫ്രണ്ട്സ് എന്താണോ അതിന്ന് നമുക്ക് കിട്ടുന്നുള്ളൊരു ബോധം എനിക്ക് ഈ ഒരു വർഷമാണ് വന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ, ഫാഹിദ മാമും ഇജാസ് ബ്രോ ഒക്കെ പറഞ്ഞത് നല്ല അടിപൊളി കാര്യങ്ങളായിരുന്നു. എന്തായാലും മാഷാ അല്ലാ, ഫ്യൂച്ചർ ലീഡേഴ്സ് അല്ലേ അവര്. എന്തായാലും അവരുടെ വേർഡ്സുകൾ തന്നെ ഇൻസ്പയറിംഗ് ആണ്. പിന്നെ എനിക്കൊരു റിമൈൻഡർ തരാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആട്ടോ. അതായത് നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ യങ് ജനറേഷൻ എത്രത്തോളം മോൾഡ് ചെയ്യുന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്, അത്രയും വയലൻസ് നിറഞ്ഞത് വരുമ്പോ അപ്പൊ പറയും നമ്മൾ സിനിമയെ കാണുന്നത്, പക്ഷെ എല്ലാ കുട്ടികൾക്കും അത് അറിയണമെന്നില്ല. നമ്മൾ ഓരോ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മാക്സിമം നമ്മൾ നോക്കുക. ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ഇടുക, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സാർ.
താങ്ക് യു സോ മച്ച്. ഏതായാലും ആള് സംസാരിച്ചോ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കുന്നു. പക്ഷെ ആള് 17-18 വയസ്സുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡർ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഉള്ള ആളാണ് ഹയ ഫാത്തിമ. ആള് നമ്മളെ റുബിക്സ് ക്യൂബ് ഇല്ലേ, അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. ഏറ്റവും സ്പീഡിൽ റുബിക്സ് ക്യൂബ് ഒക്കെ സോൾവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏപ്രിൽ 13 നടത്ത 3ാമത്തെ യുണീക്നെസ് ഫെസ്റ്റിന് വന്നിരുന്നു കേട്ടോ. ആളിപ്പോ ഇപ്പൊ +2 അല്ലേ ഹയ? യെസ് യെസ്, +2. ഏതായാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു മെച്യൂരിറ്റി ലെവലും അതേപോലെ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിവ് തന്നത് ഉപയോഗപ്പെടുത്തുക മാക്സിമം. മറ്റുള്ള മനുഷ്യന്മാർക്ക് ഉപയോഗമായിട്ട് മാറാൻ ചാവും. നമുക്ക് നെക്സ്റ്റ് വെക്കേഷനിൽ ഒരു സംഭവം പ്രതീക്ഷിക്കാം കേട്ടോ. ഞാൻ അതിന്റെ പ്ലാനിങ്ങിൽ കൂടിയാണ്. അതേപോലെ തന്നെ ഞാൻ +2 അല്ലേ? അതെ 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 അതാ ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, അതാ ചെറുപ്പത്തിലെ ആ ഒരു വിഷൻ ഓറിയന്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഫാത്തിമ മിനിയൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെ ഉയരേണ്ട ആൾക്കാരാണ്. ചെറുപ്പത്തിലെ ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഫായിദ മാമിനോട് ഞാനൊരു പെർമിഷൻ ചോദിക്കുകയാണ്. മാം ഇപ്പൊ പറഞ്ഞ ടോപ്പിക് ഇല്ലേ, സ്റ്റോപ്പ് സ്ക്രോളിംഗ് സ്റ്റാർട്ട് സെർച്ചിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യട്ടോ, വിത്ത് യുവർ പെർമിഷൻ. അത് ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീഡിയോ കൂടെ ആണ് അത് പറയുന്നതെങ്കിൽ പോലും ആളുകൾക്ക് കൂടുതൽ സമയം വീഡിയോ കാണണ്ട, അല്ലാത്ത മാക്സിമം ടൈം സെർച്ചിങ്ങിലേക്ക് ഓരോരുത്തരുടെയും മേഖല കണ്ടെത്തി അല്ലെങ്കിൽ പഠനങ്ങൾ നടത്താൻ ശ്രമിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത കണ്ടന്റ് കാണുന്നതിന് പകരം എന്നുള്ള സംഭവം കൊടുക്കുക. പിന്നുള്ളതാണ് സർ, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു 10 മിനിറ്റിന് ഇരുന്ന ചിലപ്പോ ഒരു 1 hour വരെ ഇരിക്കുന്ന കഴിഞ്ഞൊരു ലാസ്റ്റ് മന്ത് വരെ അങ്ങനെയായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകും. പക്ഷെ ഇപ്പൊ ഒരു 3ാമത്തെ സ്ലൈഡ് അത് നിങ്ങൾക്ക് ഓർമ്മ വരും. അതാണ് അതിന്റെ ഒരു 3ാമത്തെ സ്ലൈഡ്. ഒരു 4ാമത്തെ എത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് വർക്കാവും ഇൻഷാ അല്ലാഹ്. നല്ലൊരു മെസ്സേജാണ് സാർ. അടിപൊളിയായിട്ട് ചെയ്താൽ എല്ലാവർക്കും എത്താൻ ചാൻസ് ഉണ്ട്. ആവശ്യമുള്ളത് കാണട്ടെ, കുറെ ഉള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നില്ലല്ലോ. അതെ അതെ അതല്ല, ഇത് മാം പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ഈ അടുത്തായിട്ട് എനിക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഫറൂഖ് സെൻസി എന്ന് പറഞ്ഞ സാറുണ്ട്, നമ്മളെ റിയാസ് സാറിന്റെ കൂടെ ഹ്യൂമാക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സാറ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു വീഡിയോയില്. ആരെങ്കിലും ഇങ്ങോട്ട് താങ്ക് യു പറയുന്ന സമയത്ത്, അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ആരെങ്കിലും നമ്മളോട് താങ്ക് യു പറയുന്ന സമയത്ത് നമ്മൾ വെൽക്കം എന്നല്ല പറയേണ്ടത്, നമ്മളും തിരിച്ച് താങ്ക് യു തന്നെയാണ് പറയേണ്ടത്. ദാറ്റ് മീൻസ് നമ്മൾ വെൽക്കം, അത് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. താങ്ക് യു പറഞ്ഞാൽ വെൽക്കം പറയണം, ആ രീതിയിലല്ലാതെ താങ്ക് യു പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മൾ വെൽക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരുടെക്കാട്ടും മുകളിൽ പോയി, ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉഷാറായിട്ടുകൊണ്ടാണ് വെൽക്കം, ഞാൻ അത്യാവശ്യം സെറ്റപ്പാണ്, ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം താങ്ക് യു പറയുമ്പോൾ ആ താങ്ക് യു പറഞ്ഞതിനും നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ള നമുക്കൊരു സ്നേഹം കൂടെ തന്നതിനും തിരിച്ചൊരു താങ്ക് യു. നമ്മൾ അവരെക്കാട്ടും താന്നിട്ട് താങ്ക് യു പറഞ്ഞതിനും താങ്ക് യു എന്നുള്ളത്. നമ്മൾ ഈ വെൽക്കം എന്ന് പറയുന്ന സംഭവം അഹങ്കാരം, മീൻസ് അത് അഹങ്കാരം ബിൽഡ് ചെയ്യുന്ന കാര്യമായിട്ടല്ല, അറിയാതെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊടുത്ത കാര്യമായിട്ടുണ്ടെന്ന് അറിയാതെ ചിന്തിച്ചു പോകും. ഇപ്പം ഹയ ആണെങ്കിലും ജാസ്ബ്രോ ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്നെ പറ്റി എന്തോ പറയുന്ന സമയത്ത് ഞാൻ താങ്ക് യു എന്ന് പറയുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ എന്നാ പറയാം. ഞാൻ ഒരിക്കലും വെൽക്കം ആണല്ലേ ഉഷാറാക്കിയില്ലേ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. ആരെങ്കിലും എന്താ നല്ല പറഞ്ഞിട്ടാൽ അൽഹംദുലില്ലാ. അപ്പോൾ ഏത് സമയത്തും ആൾക്കാർ നല്ലതും പറയാം ചീത്തയും പറയാം. അപ്പൊ ഞാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ടല്ല, നമ്മൾക്ക് പഠിച്ചോ തന്നിട്ടുള്ള ആ സ്വഭാവിക രീതി ആയിക്കോട്ടെ, ഇപ്പം സംസാരിക്കാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആളുകളുമായി ഡീൽ ചെയ്യാനുള്ള ആയിക്കോട്ടെ, അതൊക്കെ പഠിച്ചോ തന്നതാണ്. അപ്പൊ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആ ഒരു തോട്ട് എപ്പോഴും മൈൻഡിൽ വെക്കുക. നമ്മൾ കാരണമല്ല നമുക്ക് എന്ത് തന്നെ റെക്കഗ്നീഷൻസോ എന്ത് കാര്യങ്ങളോ എന്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതോ നമ്മളല്ല. അതിൻ്റെയൊക്കെ ബാക്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. പിന്നെ ഇന്നത്തെ ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ലാസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ പോയിന്റുകൾ ഒന്ന് റീക്യാപ്പ് ചെയ്ത് പോകും. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റ്സ് കൂടാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട്. അപ്പം ഇന്നത്തെ ടോപ്പിക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ആദ്യം പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് എന്നായിരുന്നു, എന്ത് കാരണം കൊണ്ടാണെന്നുള്ള സംഭവം. രണ്ടാമത്തത് അക്സെപ്റ്റ് ദാറ്റ് വി കാൺഡ് പ്ലീസ് എവ്രി വൺ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റൂല. പിന്നെ ഡിഫൈൻ യുവർ ഓൺ വാല്യൂസ്, നമ്മളുടെ വാല്യൂസ് ഡിഫൈൻ ചെയ്യുക. പിന്നെ ഡിറ്റാച്ച് ഫ്രം സോഷ്യൽ മീഡിയ വാലിഡേഷൻ, ലൈക്കിനും ഷെയറിനും ഫോളോക്കും വേണ്ടിയിട്ട് കണ്ടന്റുകൾ ചെയ്യാതിരിക്കുക. പ്രാക്ടീസ് സെയിങ് നോ വിത്തൗട്ട് ഗിൽട്ട്, ഒരു
പ്രശ്നമില്ലാതെ പറയേണ്ട സമയത്ത് നോ പറയാൻ പഠിക്കുക. പിന്നെ ഡെവലപ്പ് ഇന്നർ കോൺഫിഡൻസ്, സെൽഫിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് സ്കിൽസും മൈൻഡ് സെറ്റും പർപ്പസ്ഫുൾ ആയിട്ട് ലീഡ് ചെയ്യുക. ഏഴാമത്തത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റിയൽ പീപ്പിൾ. എങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ ഷോ ഓഫ് കാണിച്ചാലേ നമ്മളെ സ്വീകരിക്കൂ എന്നുള്ള ആളുകളുടെ ഇടയിൽ പോകുന്നതിന് പകരം സെൽഫായിട്ട് ഒരു ട്രൂ ആയിട്ടുള്ള മനുഷ്യന്മാർ, ഹോണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുമായിട്ട് കൂട്ടുകൂടുക. പിന്നെ സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. പിന്നെ ഫോക്കസ് ഓൺ കോൺട്രിബ്യൂഷൻ ഓവർ അറ്റൻഷൻ. മറ്റുള്ള മനുഷ്യന്മാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് വാല്യൂ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെക്കാം. പിന്നെ പറഞ്ഞത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് ഉള്ള കാര്യം കൂടെയായിരുന്നു. ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഈ നിമിഷത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ചിന്തിക്കുക, അതിനുള്ള ആക്ഷൻസ് എടുക്കുക. എന്തെങ്കിലും ബുക്സ് വായിക്കുക, എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, മറ്റുള്ള മനുഷ്യന്മാരുമായി ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക, കുടുംബ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസർ ആക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക. നമ്മളുടെ ആവറേജ് ബെറ്റർ ആക്കാൻ നല്ല മനുഷ്യന്മാരെ, കൂടുതൽ വിഷൻ ഓറിയന്റഡ് ആയിട്ട് നല്ല ചിന്താഗതിയും മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഏതായാലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഈ പറഞ്ഞ പോയിന്റുകളിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയാം, എന്തെങ്കിലും അല്ലാത്ത ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. മിസ്ന കണ്ടീലിയുടെ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, പറഞ്ഞോളൂ. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ആക്കാം കേട്ടോ. എന്നാലും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനി റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടവർ പറയാതെ ഞാൻ ഓഫ് ആക്കാം. താങ്ക് യു.